എല്ലാവർക്കും നമസ്കാരം. ജയശങ്കര. ആദിശങ്കര ഇന്റർനാഷണൽ ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ അവതരിപ്പിക്കുന്ന ദിഗ്വിജയം എന്ന പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ദിഗ്വിജയത്തിന്റെ 25ാമത്തെ സെക്ഷനാണ്. അതായത് 2 വർഷവും 1 മാസവും പിന്നിടുന്നു. വളരെ സന്തോഷം മാതാജിക്ക്. കാരണം ഇങ്ങനെ ഒരു ഓൺലൈൻ ക്ലാസ് 2 വർഷം പിന്നിടുകയാണ്. ഞങ്ങൾക്കൊക്കെ അഭിമാനം തോന്നുന്നു മാതാജി ഓർത്ത്. ഇങ്ങനെ ഒരു ക്ലാസ്സിൽ വളരെയധികം അംഗങ്ങൾ പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കൊക്കെ ആചാര്യസ്വാമികളുടെ ജീവചരിത്രവും അദ്ദേഹത്തിന്റെ കൃതികളെ കുറിച്ചൊക്കെ പഠിക്കുവാനുള്ള ഒരു അവസരമാണ് ഇതിലൂടെ കൈവന്നിരിക്കുന്നത്. വളരെ സന്തോഷം, അഭിമാനവും. ഞാൻ ആദ്യമായി ഗുരുസ്മരണയ്ക്കായി നമുക്ക് ഏവർക്കും പ്രിയപ്പെട്ട ജയേട്ടനെ ഈ വേദിയിലേക്ക് സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. ജയശങ്കര. ജയശങ്കര ജയശങ്കര. ഓം അജ്ഞാനാന്തർഗഹനപതിതാൻ ആത്മവിദ്യോപദേശൈഃ ത്രാതും ലോകൻ ഭവതവശിഖാ താപപാപച്യമാനാൻ മുക്ത്വാ മൗനം വടപിടപിനോ മൂലതോ നിഷ്പതന്തി ശംഭോന്മൂർത്തിശ്ചരതി ഭുവനേ ശങ്കരാചാര്യരൂപാ സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം സൂത്രഭാഷ്യകൃതൗ വന്ദേ ഭഗവന്തൗ പുനഃ പുനഃ. ജയശങ്കര. വളരെ സന്തോഷം ജയേട്ട. ഇന്നത്തെ ദിഗ്വിജയത്തിന്റെ ക്ലാസ്സിലേക്ക് ഭക്തിയാദരപൂർവ്വം സ്വാമിനിയെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തു. ജയശങ്കര. ജയശങ്കര. സദാശിവസമാരംഭാ ശങ്കരാചാര്യമധ്യമാ അസ്മദാചാര്യപര്യന്താ വന്ദേ ഗുരുപരമ്പരാ. ശ്രുതിസ്മൃതിപുരാണാനാം ആലയം കരുണാലയം നമാമി ഭഗവത്പാദം ശങ്കരം ലോകശങ്കരം. ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം സൂത്രഭാഷ്യകൃതൗ വന്ദേ ഭഗവന്തൗ പുനഃ പുനഃ. ഓം വേദസാരജ്ഞസമ്പൂർണം സാക്ഷാത് ബ്രഹ്മസ്വരൂപിണം ശാന്താനന്ദഗുരും വന്ദേ സന്തതം പരമേശ്വരം. ശാന്താനന്ദഗുരും വന്ദേ സന്തതം പരമേശ്വരം. ആദിശങ്കര ഇന്റർനാഷണൽ ഫൗണ്ടേഷൻ സനാതന ധർമ്മ സംരക്ഷണം ശ്രീ ശങ്കര ദർശന പ്രചരണത്തിലൂടെ സാക്ഷാത്കരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആദിശങ്കര ഇന്റർനാഷണൽ ഫൗണ്ടേഷന്റെ സർവ പ്രവർത്തനങ്ങളും അഭിനന്ദനാർഹമാണ്. സത്യത്തിന്റെ ബന്ധാവിലേക്ക് ജനങ്ങളെ നയിക്കുന്നതിന് പ്രയോജകീഭവിക്കുന്നതുമാണ്. ശ്രീ ശങ്കര ദിഗ്വിജയത്തിന്റെ ഭാഗമായിട്ട് നമ്മള് ആദി ശങ്കര ഭഗവത്പാദരുടെ തത്വബോധം എന്ന പ്രകരണ ഗ്രന്ഥമാണ് ശ്രവണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമുക്ക് ജീവൻ മുക്തിയും കർമ്മബന്ധനത്തിൽ നിന്നുള്ള മുക്തിയും ഇത് രണ്ടും ശ്രവണം ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇത് ശ്രവണം ചെയ്തു കഴിഞ്ഞാൽ ഈ തത്വബോധ പ്രകരണം അവസാനിക്കും.
ഇത് ഒരു അടിസ്ഥാന ഗ്രന്ഥമാണ്, വേദാന്ത പ്രവേശിക ഗ്രന്ഥമാണ്. ഇതുവരെ നമ്മൾ പലവിധത്തിലുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്തു, അത് നമുക്ക് പിന്നീട് നോക്കാം. ഇപ്പോൾ നമുക്ക് ജീവൻ മുക്തി എന്താണെന്നാണ് ഈ 6ാമത്തെ പ്രകരണത്തിലൂടെ ശ്രദ്ധിക്കുന്നത്. ഏവം ച വേദാന്തവാക്യൈഹി സദ്ഗുരു ഉപദേശേന ച സർവേഷ്വപി ഭൂതേഷു യേഷാം ബ്രഹ്മബുദ്ധിരുത്പന്ന തേ ജീവൻ മുക്താഹ ഇത്യർത്ഥഃ. ഏവം ച വേദാന്തവാക്യൈഹി, ഇപ്രകാരം സദ്ഗുരുവിന്റെ ഉപദേശത്തിൽ കൂടി ലഭിച്ച വേദാന്തവാക്യങ്ങളിൽ നിന്ന്, വേദാന്തവാക്യത്തിൽ നിന്ന്, സദ്ഗുരു ഉപദേശേന. ഇവിടെ എങ്ങനെ ലഭിച്ച ഉപദേശമായിരിക്കണം എന്ന് പറയുന്നുണ്ട്. സദ്ഗുരുവിൽ നിന്നും ലഭിച്ച ഉപദേശം. ആരാണ് സദ്ഗുരു? സത്യം സ്വരൂപമായിരിക്കുന്നവനാണ് സദ്ഗുരു. അനശ്വര ആനന്ദത്തെ പ്രാപിച്ച് ആശ്ചര്യ സ്വരൂപമായി, ആശ്ചര്യരഹിതനായി വിരാജിക്കുന്നവനാണ് സദ്ഗുരു. സാക്ഷാത് മൗന സ്വരൂപമാണ് സദ്ഗുരു. വാചാലനായി വേദാന്തത്തെ പ്രവചിക്കുന്നവനാണ് സദ്ഗുരു. അങ്ങനെയുള്ള സദ്ഗുരുവിൽ നിന്നും ശ്രവണം ലഭിക്കുന്നവന് മാത്രമേ ജീവൻ മുക്തനായി ഭവിക്കാൻ കഴിയുകയുള്ളൂ എന്ന് ആദിശങ്കര ഭഗവത്പാദർ പറയുകയാണ്. ശങ്കരാചാര്യരുടെ ഗുരുത്വം, ഭക്തി, എങ്ങനെ ഈ ധർമ്മം അനുഭൂതമാക്കാം എന്നൊക്കെ ഇതിൽ നിന്നും ആചാര്യശ്രേഷ്ഠൻ തന്നെ വെളിപ്പെടുത്തി തരികയാണ്. സദ്ഗുരു ഉപദേശത്തിൽ കൂടി വേദാന്തം ശ്രവണം ചെയ്യണം. വേദാന്തം എന്ന് പറഞ്ഞാൽ ഇതം സർവം ബ്രഹ്മ ഖലു ത്വം ഹി ബ്രഹ്മ, നിന്റെ സ്വരൂപം ബ്രഹ്മമാണ് കുഞ്ഞേ എന്ന് കേട്ടുകഴിഞ്ഞാൽ ആ ഉപദേശ ശ്രവണത്തിലൂടെ, മനനധ്യാനങ്ങൾ ചെയ്ത് ധ്യാനത്തിലൂടെ സർവേഷ്വഭിഭൂതേഷു, സർവചരാചരങ്ങളിൽ, സർവേഷ്വഭി ഭൂതേഷു യേശാം ബ്രഹ്മബുദ്ധിരുത്പന്ന, ആർക്കാണോ സർവചരാചരങ്ങളിലും സകല പ്രാണികളിലും, അല്ല താൻ ബ്രഹ്മമാണ് മറ്റുള്ളതൊന്നും അല്ല എന്നല്ല, പിന്നെയോ താൻ ബ്രഹ്മമാണ് എന്ന അനുഭൂതി രസ ആസ്വാദനത്തിൽ സംഭവിക്കുന്നത് എന്താണ്? സകല ചരാചരങ്ങളിലും ആ നിറഞ്ഞു വിളങ്ങുന്നത് ഞാനാകുന്ന ബ്രഹ്മസ്വരൂപം തന്നെയാണ് എന്ന ബ്രഹ്മബുദ്ധി അയാൾക്കുണ്ടാകുമ്പോൾ അയാൾ ജീവൻ മുക്തനാകുന്നു. ജീവൻ മുക്തൻ എന്ന് പറഞ്ഞാൽ ജീവഭാവം ഭേദദൃഷ്ടിയാണ്. ജീവഭാവം ഞാൻ നീ എന്നുള്ള ഭേദങ്ങളാണ്. ഇത് എന്റേത് എന്നുള്ള വേർതിരിവുകളാണ്. അങ്ങനെയുള്ള ഭേദരൂപത്തിലുള്ള സകല അനുഭവങ്ങളും അസ്തമിച്ച് ജീവഭാവത്തിന്റെ നാശം ആർക്കാണോ സംഭവിക്കുന്നത് അയാളാണ് ജീവൻ മുക്തൻ. ജീവഭാവം പൂർണ്ണമായിട്ട് ഒഴിവാകുക. ജീവഭാവം എന്ന് പറഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് അറിയാം, ശോക മോഹ ഭയാദികളെല്ലാം ഒഴിവായി, യാതൊരുവിധ വികാരങ്ങൾക്കും പ്രസക്തിയില്ലാതെ, അങ്ങനെ അയാൾക്ക് ശരീരത്തിൽ ഇരിക്കവേ തന്നെ ജീവഭാവത്തിൽ നിന്നും മുക്തനായവനാണ് ജീവൻ മുക്തൻ. ആ ജീവൻ മുക്തനെ സംബന്ധിച്ച് ഈ പ്രപഞ്ചത്തിന്റെ സ്വരൂപം ബ്രഹ്മമാണ്. ഞാൻ അതിൽ നിന്നും വേറായി നിൽക്കുന്നില്ല. ശ്രദ്ധിച്ച് ശ്രവണം ചെയ്താൽ അഖണ്ഡ ബോധം സ്വരൂപമായി അനുഭവിക്കുന്നവനാണ് ജീവൻ മുക്തൻ. ജീവഭാവം നഷ്ടമായി എന്ന് പറഞ്ഞാല് അന്യ ദർശന അനുഭവം ഇല്ല. അപ്പൊ എങ്ങനെയായിരിക്കും ജീവൻ മുക്തൻ വ്യവഹരിക്കുന്നത് എന്ന് തോന്നും. ജീവൻ മുക്തനെ സംബന്ധിച്ച് ഈ പ്രപഞ്ചത്തിന്റെ സ്വരൂപം ബ്രഹ്മമാണെന്ന് എങ്ങനെ അനുഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ, ബ്രഹ്മവും ബ്രഹ്മശക്തിയും പോലെ, സൂര്യനും അതിന്റെ കിരണവും പോലെ. ഒരു സ്വർണ കച്ചവടക്കാരനെ സംബന്ധിച്ച് സകലവിധ ആഭരണങ്ങളും വിഭിന്നമായി കാണപ്പെടുമ്പോഴും അയാൾക്ക് സ്വർണം മാത്രമേ ഉള്ളൂ. അതുപോലെ സകല പ്രപഞ്ച ഘടകങ്ങളും ബ്രഹ്മശക്തി സ്പന്ദിച്ച് ഘനീഭൂതമായിരിക്കുന്നതാണ്. ബ്രഹ്മവും
ബ്രഹ്മശക്തിയും അതിൽ ബ്രഹ്മശക്തി സ്പന്ദിച്ച് ഘനീഭൂതമായിരിക്കുന്നതാണ് സർവ വ്യക്തികളും സർവ ദൃശ്യങ്ങളും. ബ്രഹ്മം തന്നെയാണ്. ഇത് ജീവൻ മുക്തന്റെ സ്വാനുഭവമാണ്, അവാച്യ അനുഭൂതി. അതാണ് അദ്വയ അനുഭൂതി, രണ്ടില്ലാത്ത അനുഭവം. ഈ രണ്ടില്ലാത്ത അനുഭവം എങ്ങനെ ഇരിക്കും, എങ്ങനെ ലഭ്യമാകും എന്ന് ശിഷ്യന് സംശയം ഉണ്ടാകാം. അങ്ങനെ സംശയം ഉണ്ടാകുമെങ്കിൽ ആചാര്യ ഭഗവത്പാദർ ശ്രീ ശങ്കരാചാര്യ ദേശികൻ ഒന്നുകൂടി പറഞ്ഞു കൊടുക്കുകയാണ്. യഥാ ഏതുപോലെയാണോ, എപ്രകാരമാണോ ഒരു വ്യക്തിക്ക് ദേഹോഹം, പുരുഷോഹം, ബ്രാഹ്മണോഹം, ശൂദ്രോഹം അസ്മീതി ദൃഢനിശ്ചയ, എപ്രകാരമാണോ ഒരാൾക്ക് ഞാൻ ദേഹമാണ്, ഞാൻ ദേഹമാണ്, ഞാൻ ദേഹമാണെന്ന് തോന്നിക്കഴിഞ്ഞാലോ ഞാൻ പുരുഷനാണ്, സ്ത്രീയാണ്. ഞാൻ ദേഹമാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ അടുത്തത് തോന്നും ഞാൻ പുരുഷനാണ്, സ്ത്രീയാണ്. പിന്നെ തോന്നും ഞാൻ ബ്രാഹ്മണനാണ്, നായരാണ്, ശൂദ്രനാണ്, ക്ഷത്രിയനാണ്. ഇങ്ങനെ പലതരത്തിലുള്ള ഭാവങ്ങൾ തോന്നും. അങ്ങനെ ദൃഢനിശ്ചയം നമുക്കുണ്ട്. ഞാൻ സ്ത്രീയാണ്. സ്വപ്നം കാണുന്നത് പോലും ഒരു സ്ത്രീ പുരുഷനാണെന്ന് കാണത്തില്ല. കാരണം തന്റെ ദൃഢബുദ്ധി സ്ത്രീയാണെന്നുള്ളത് കൊണ്ട് സ്വപ്നത്തിലും താൻ തന്നെ സ്ത്രീയായിട്ട് കാണുന്നു. അത് തന്റെ ദേഹബുദ്ധിക്ക് നിതാന്തമാണ്, തെളിവാണ്. അപ്പൊ തന്റെ ദേഹബുദ്ധി എപ്രകാരം ഇരിക്കുന്നുവോ അപ്രകാരം തന്നെ താൻ തന്നെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ സകലവിധ ഭേദ, ഇന്ന രാഷ്ട്രീയക്കാരനാണ്, ഞാൻ ദേഹമാണെന്നുള്ള ബുദ്ധി നിൽക്കുന്നുണ്ടാ, എപ്രകാരം ആ ബുദ്ധി നിൽക്കുന്നുവോ അതുപോലെ തഥാ അപ്രകാരം നാഹം ബ്രാഹ്മണ ന ശൂദ്ര ന പുരുഷ കിന്തു, ഞാൻ ബ്രാഹ്മണനല്ല, ശൂദ്രനല്ല, പുരുഷനല്ല, സ്ത്രീയല്ല. എന്നാൽ പിന്നെ എന്താണെന്ന് പറയണം? അസംഗഃ, അഹം അസംഗഃ, സച്ചിദാനന്ദ സ്വരൂപഃ. അഹം അസംഗഃ, ഞാൻ അസംഗനാണ്, സച്ചിദാനന്ദ സ്വരൂപമാണ്, സർവ അന്തര്യാമി, ചിദാകാശരൂപോസ്മി. അഹം ചിദാകാശരൂപഃ, അഹം പ്രകാശസ്വരൂപഃ, അഹം സച്ചിദാനന്ദ സ്വരൂപഃ. ഇത് നിരന്തരം കേട്ടുകഴിഞ്ഞാൽ ത്വം ഹി ന ദേഹഃ, ത്വം ഹി ബ്രഹ്മ, ത്വം ഹി പ്രകാശസ്വരൂപഃ, ത്വം ഹി സച്ചിദാനന്ദ രൂപഃ എന്ന് കേട്ടുകഴിഞ്ഞാൽ അഹം അനന്താനന്ദ സ്വരൂപഃ, അഹം ആനന്ദസ്വരൂപമസ്മി, അഹം ബ്രഹ്മ അസ്മി, അഹം അസംഗ അസ്മി, ഞാൻ അസംഗനാണ്, എനിക്ക് ഒന്നിനോടും ബന്ധമില്ലാത്ത സർവത്ര പൂർണ്ണമായിരിക്കുന്ന അരൂപമാണ് എന്ന് ശ്രവണം ചെയ്ത് ജീവഭാവത്തിൽ നിന്നും മോചനം നേടേണ്ടതിന്റെ ആവശ്യകതയാണ് ഇവിടെ ആചാര്യൻ ഉദ്ബോധിപ്പിക്കുന്നത്. സർവ അന്തര്യാമി. ഇപ്പൊ സർവ അന്തര്യാമി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? എങ്ങനെ പാത്രങ്ങളിലെല്ലാം മണ്ണ് നിറഞ്ഞിരിക്കുന്നു, മണ്ണ് അന്തര്യാമിയാണ്. മൺപാത്രങ്ങളിൽ മണ്ണ് അന്തര്യാമിയാണെന്ന് പറഞ്ഞാൽ എങ്ങനെ മനസ്സിലാകും? തിരയിൽ ജലം അന്തര്യാമിയാണെന്ന് പറഞ്ഞാൽ എങ്ങനെ മനസ്സിലാക്കും? അതുപോലെ സർവചരാചരങ്ങളിലും അന്തര്യാമിയായി ബ്രഹ്മസ്വരൂപമായിരിക്കുന്ന ഞാൻ നിറഞ്ഞു നിൽക്കുന്നു. സർവ അന്തര്യാമി ചിദാകാശസ്വരൂപഃ, പൂർണ്ണ നിശ്ചലത. അഹം നിശ്ചല സ്വരൂപഃ, നിശ്ചല സ്വരൂപോഹം, അഹം നിരാമയ സ്വരൂപഃ, ഞാൻ നിരാമയ സ്വരൂപമാണ്. ഇതാർക്കാണോ ദൃഢനിശ്ചയം വന്നിട്ടുള്ളത്, ഇതി ദൃഢനിശ്ചയ രൂപോ അപരോക്ഷജ്ഞാനവാൻ ജീവൻ മുക്തഃ. ഇങ്ങനെ അപരോക്ഷ ജ്ഞാനം ആർക്കാണോ ലഭിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മളിവിടെ പറഞ്ഞത് ഞാൻ പുരുഷനാണ്, സ്ത്രീയാണ്, ഇന്ന ജാതിക്കാരനാണ്, രാഷ്ട്രീയക്കാരനാണ്, എങ്ങനെ എപ്രകാരം ദൃഢപ്രജ്ഞയുണ്ടോ അപ്രകാരം ഞാൻ അസംഗനാണ്, അദ്വന്ദ്വനാണ്, സർവ അന്തര്യാമിയാണ്,
ചിദാനന്ദ രൂപ ശിവോഹം ശിവോഹം എന്ന ആ പരമമായ ഉപദേശം ശ്രവണം ചെയ്ത് അപരോക്ഷജ്ഞാനവാനായി തീർന്നാൽ. എന്താണ് അപരോക്ഷജ്ഞാനം എന്ന് പറഞ്ഞാല്? ഇപ്പം നിങ്ങള് ഈ ലാപ്ടോപ്പ് കണ്ടുകൊണ്ടിരിക്കുകയാണ്, മൊബൈൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്, അടുത്തിരിക്കുന്നവരെ കാണുകയാണ്. അതൊക്കെ പ്രത്യക്ഷ ജ്ഞാനമാണ്, നേരിട്ട് കാണുകയാണ് കണ്ണുകൊണ്ട്. അപ്പൊ നേരിട്ട് കണ്ണുകൊണ്ട് കാണുന്നതിനെ പ്രത്യക്ഷ ജ്ഞാനം എന്ന് പറയും. എന്നാൽ കേട്ട് ഊഹിച്ചെടുക്കുന്നതിനെ പരോക്ഷ ജ്ഞാനം എന്ന് പറയും. ഇന്ദ്രിയങ്ങളിൽ കൂടി കേട്ട് ഇതിങ്ങനെയൊക്കെയാണ് എന്ന് മനസ്സിലാക്കി പ്രത്യക്ഷത്തിൽ കാണാതെ ഊഹിച്ചെടുക്കുന്നതിനെ പരോക്ഷ ജ്ഞാനം എന്ന് പറയും. എന്നാൽ ഇവിടെ ജീവൻ മുക്തനെ സംബന്ധിച്ച് ആ പരോക്ഷ ജ്ഞാനമാണ്. പ്രത്യക്ഷത്തിൽ അനുഭവിക്കാൻ കഴിയത്തില്ല. ഇന്ദ്രിയങ്ങൾ കൂടിയുള്ള അനുഭവമല്ല ആത്മജ്ഞാനം. അന്യമായ ജ്ഞാനമല്ല ആത്മജ്ഞാനം. സ്വസ്വരൂപ അനുഭവത്തിന്റെ അനന്ത വിസ്തൃതമായിരിക്കുന്ന വിശാലത, അഖണ്ഡമായിരിക്കുന്ന ഭാഗിക്കാൻ കഴിയാത്ത നിരുപമമായ നിശ്ചലതയുടെ പൂർണ്ണത, ആ സ്വരൂപജ്ഞാനമാണ് ആ പരോക്ഷ ജ്ഞാനം. അത് കേട്ടറിഞ്ഞതല്ല, അതുകൊണ്ട് അതിനെ പരോക്ഷം എന്ന് പറയാൻ പറ്റത്തില്ല. ഇന്ദ്രിയങ്ങളിൽ കൂടി അറിഞ്ഞതല്ല, അതുകൊണ്ട് അതിനെ പ്രത്യക്ഷം എന്ന് പറയാൻ പറ്റത്തില്ല. പിന്നെ അതിനെ അറിഞ്ഞത് എങ്ങനെയാണ്? പ്രത്യക്ഷമായിട്ടും പരോക്ഷമായിട്ടും അല്ലാത്തതായതുകൊണ്ട് അതിന് വേദാന്ത ശാസ്ത്രം അപരോക്ഷം എന്ന് പറഞ്ഞിരിക്കുന്നു. ഈ അപരോക്ഷ ജ്ഞാനത്തെ പറ്റി ശങ്കര ഭഗവത്പാദർ അപരോക്ഷ അനുഭൂതി എന്ന ഗംഭീരമായ ഒരു പദ്യകൃതി പ്രകരണ ഗ്രന്ഥമായിട്ട് രചിച്ചിട്ടുണ്ട്. പ്രകരണ ഗ്രന്ഥം എന്ന് പറയാൻ എല്ലാറ്റും ആചാര്യ ഭഗവത്പാദരുടെ എല്ലാം പ്രകരണ ഗ്രന്ഥമാണെന്നേ പറയാൻ പറ്റൂ. എങ്കിലും അങ്ങനെ ഒരു പദ്യകൃതി ഉണ്ട്. ജീവൻ മുക്ത ആനന്ദ ലഹരിയുണ്ട്. ഇതെല്ലാം ഗംഭീരങ്ങളായ കൃതികളാണ്. ഇങ്ങനെ ഒരു ജീവൻ മുക്തൻ എങ്ങനെയാണ് വിഹരിക്കുന്നത് എന്ന് ചോദിച്ചാൽ പിന്നെ അറിയാനൊന്നുമില്ല, ആരെക്കുറിച്ചും ഒന്നും അറിയാനില്ല. കാരണം എല്ലാമായിരിക്കുന്നത് ആ അദ്വൈജ്ഞാനമാണ്. അവിദ്യയിലാണ് ദ്വന്ദ്വജ്ഞാനം ഉണ്ടാകുന്നത്. രണ്ടാമത്തെ ഒരു വിഷയം ഉണ്ട് എന്ന് താൻ ആ അദ്വയമായിരിക്കുന്ന ബോധ സത്യത്തിൽ ആരോപിക്കുകയാണ് ചെയ്യുന്നത്. നാം എന്തിനെങ്കിലും അന്വേഷിച്ചാൽ ആ അന്വേഷണം, ആ ആഗ്രഹം അന്വേഷകനിൽ തന്നെ ആരോപിച്ചിരിക്കുന്ന ഒരു ഭ്രമമാണ്. ആ ഭ്രമം ഒഴിവായാൽ യഥാർത്ഥ സ്വരൂപജ്ഞാന അനുഭൂതി ഉണ്ടാകും. അതുകൊണ്ട് ഒരു ജീവൻ മുക്തനെ സംബന്ധിച്ച് ജീവൻ മുക്തൻ ജിജ്ഞാസ നിവൃത്തി സംഭവിച്ചവനാണ്. ഒന്നും അറിയാൻ ആഗ്രഹമില്ല. എങ്ങനെയും എന്തും അറിഞ്ഞാലും ആ അറിവൊക്കെ കേവലം ഭ്രമമാണെന്നും അസത്യമാണെന്നും വളരെ കൃത്യമായി ഉള്ളിൽ അനുഭൂതമാക്കിയവനാണ് ജിജ്ഞാസ നിവൃത്തി സംഭവിച്ച ജീവൻ മുക്തൻ. നിർവൃതി പഞ്ചകത്തില് ശ്രീനാരായണ ഗുരുദേവൻ പറയുന്നുണ്ട്, കോ നാമ കാ ദേശ കിയത് വയ ഇത്യാദി വാദോപരതി യസ്യ തസ്യൈവ നിർവൃതി. രമണ മഹർഷിയെ സന്ദർശിച്ചതിന് ശേഷം രമണാശ്രമത്തിലെ സന്ദർശക ബുക്കിലാണ് ഈ കൃതി എഴുതി ചേർത്തത്. കോ നാമ കാ ദേശ കിയത് വയ, എന്താണ് പേര്, എവിടെ നിന്ന് വരുന്നു, വയസ്സ് എത്രയുണ്ട്, എല്ലാ ചോദ്യങ്ങളും അവിടെ അസ്തമിക്കുന്നു. ജ്ഞാത അജ്ഞാത സമസ്വാന്യ ഭേദശൂന്യ കുതോപിത ഇത്യാദി വാദോപരതി യസ്യ തസ്യൈവ നിർവൃതി. അറിഞ്ഞതെന്ത് അറിയാത്തതെന്ത് എന്നൊന്നും പ്രത്യേകിച്ച് വേർതിരിക്കാനില്ലാത്ത നിതാന്ത വിസ്മയ സൗന്ദര്യമാണ് ജീവൻ മുക്തൻ. അങ്ങനെയുള്ള ജീവൻ മുക്തൻ ജിജ്ഞാസ നിവൃത്തി സംഭവിച്ചവനാണ്. ആനന്ദപ്രാപ്തി, സുഖവുമില്ല ദുഃഖവുമില്ല, ശോകമോഹ ഭയാദികളെല്ലാം ജീവന്റേതാണ്. ജീവഭാവം ഒഴിഞ്ഞവനെ സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു, ജീവൻ എന്ന് പറയുന്നത് ചിദാഭാസനാണ്, ചിത്തിൽ പ്രതിബിംബിക്കുന്ന ചൈതന്യമാണ്. കുടത്തിലെ ജലത്തിൽ പ്രതിഫലിക്കുന്ന സൂര്യപ്രതിബിംബം പോലെ അസത്യമാണ് ജീവൻ. ആ ജീവൻ ഉണ്ടാകുന്ന സകല ഭാവഭാവങ്ങളും അസത്യമാണ്. അങ്ങനെയുള്ള അസത്യമാണെന്ന് തിരിച്ചറിഞ്ഞ ജീവൻ മുക്തൻ ആനന്ദപ്രാപ്തി സംഭവിച്ച സ്വതന്ത്രനാണ്. യാതൊരുവിധ ആഘാതങ്ങളും ജീവൻ മുക്തനെ ബാധിക്കില്ല. ആഘാത നിവർത്തി,
ഒരു ഷോക്കും വരില്ല. അങ്ങനെയോ ഇങ്ങനെയോ, അങ്ങനെ വന്നോ ഇങ്ങനെ വന്നോ. ജീവഭാവത്തിൻ്റെതാണ് സകലവിധ ആഘാതങ്ങൾ. അതുകൊണ്ട് മരണം വരെ വന്നെന്ന് പറഞ്ഞാലും വളരെ മന്ദസ്മിതത്തോടു കൂടി ആ മരണത്തെ വരവേൽക്കും. അവിടെ മരണം സംഭവിക്കുന്നില്ല എന്ന് തിരിച്ചറിയുന്ന സ്വയം പ്രകാശ സ്വരൂപമാണ് ജീവൻ മുക്തൻ. പിന്നെയോ കൽമഷ നിവൃത്തി. ആരെക്കുറിച്ച് ഒരു കുറ്റം പറയാനില്ല, കുറ്റം കാണാനില്ല, വെറുപ്പില്ല, അസൂയയില്ല, മത്സരമില്ല. ഏകത്വദർശിക്ക് മോഹവും ശോകവും അസൂയാദികളും എവിടെ? ഏകത്വദർശി, അന്യത്തെ ദർശിക്കുന്നവനാണ് ഇവയൊക്കെ ഉള്ളത്. അതുകൊണ്ട് സകലവിധ കൽമഷ നിവൃത്തിയും സംഭവിച്ചവനായിരിക്കും. ദക്ഷതാ പ്രാപ്തിയുള്ളവനായിരിക്കും. നല്ല അന്തർവിശുദ്ധിയിൽ കാര്യങ്ങളെ നല്ലവണ്ണം വിലയിരുത്താനും കഴിയുന്നവനാണ്. ദക്ഷതാ പ്രാപ്തി, അഖണ്ഡ ശക്തി വൈഭവം ഇതുള്ളവനാണ് ജീവൻ മുക്തൻ. പിന്നെയോ സർവദാ പ്രാപ്തി, ആരിൽ നിന്നും ഒന്നും പ്രതീക്ഷിക്കാതെയുള്ള നിരുപാധികമായ സ്നേഹം, അൺകണ്ടീഷണൽ ലവ്. അല്ലാതെ വെറുതെ അല്ല ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്ന് പറയുന്നത്. അൺകണ്ടീഷണൽ ലവ്, ഇതാണ് ജീവൻ മുക്തി. ഈ ജീവൻ മുക്തി എന്തിനു വേണം എന്ന് നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ, ജീവഭാവത്തിൽ നിന്ന് മോചനം ആഗ്രഹിക്കാത്തവൻ പാപം അധികരിച്ചവനാണ്. പുണ്യം അധികരിക്കുന്നവർ ഇനിയും ഇങ്ങനെ ഒരു ശരീരമെടുത്ത് സുഖദുഃഖ ഭയ ഉത്കണ്ഠാദികളിൽപ്പെട്ട് നഷ്ടപ്പെടുത്താനുള്ളതല്ല ശരീരം എന്ന് തിരിച്ചറിയും. അങ്ങനെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാല് ആ വ്യക്തി ഒരിക്കലും വിഷയങ്ങളെ സമാശ്രയിക്കില്ല, വിഷയങ്ങൾക്ക് വേണ്ടി ആഗ്രഹിക്കില്ല. അവിദ്യയിൽ നിന്നാണ് ആഗ്രഹം ഉണ്ടാകുന്നത്. കാരണം ഈ ദൃശ്യങ്ങൾ സുഖിപ്പിക്കുമെന്ന് തെറ്റായ ധാരണ. നിഴല് നമ്മെ സുഖിപ്പിക്കുമോ? നിഴല് നമുക്ക് ആനന്ദം പ്രദാനം ചെയ്യുമോ? നാം നിഴലിനോടാണ് നിരന്തരം യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ദൃശ്യരൂപേണയുള്ള നിഴലുകളോട് യുദ്ധം ചെയ്യുന്ന, ആ നിഴലുകളെ കാമിച്ച്, ആ നിഴലുകളെ മോഹിച്ച്, അതിനു വേണ്ടി കർമ്മം ചെയ്ത്, അതിന്റെ വാസനയെ സ്വാംശീകരിച്ച് ജനന മരണ സംസാര ചക്രത്തിൽ പെട്ടുഴലുന്നവരാണ് ജീവന്മാർ. ഈ പ്രപഞ്ചത്തിന്റെ സ്വരൂപം ബ്രഹ്മമാണെന്ന് അറിയാത്തത് കൊണ്ട്, നാം കാണുന്ന രീതിയിലാണ് പ്രപഞ്ചമെന്ന് ധരിച്ചുകൊണ്ട്, അതിൽ നിന്ന് സുഖം കാംക്ഷിച്ചുകൊണ്ട്, ആ കാമനയോടുകൂടി കർമാനുഷ്ഠാനം നടത്തുന്നവരെ മൂഢന്മാരെന്നാണ് ശങ്കര ഭഗവത്പാദർ ആദ്യന്തം വളരെ സ്നേഹപുരസരം കാരുണ്യത്തോടുകൂടി വിളിച്ചിരിക്കുന്നത്. ഇനി ഈ കർമ്മബന്ധത്തിൽ നിന്നുള്ള വിമുക്തി 7-ാം പ്രകരണത്തില് എങ്ങനെയെന്ന് നമുക്ക് നോക്കാം. ബ്രഹ്മൈവാഹമസ്മീത്യ അപരോക്ഷജ്ഞാനേന. അപരോക്ഷജ്ഞാനം എന്ന് പറഞ്ഞാൽ സ്വരൂപജ്ഞാനം ഉണ്ടായി. അഹം ബ്രഹ്മ ഇതി, ഒരു സംശയമില്ല കാര്യത്തില്. നിശ്ചല തത്വേ ജീവൻ മുക്തി. അവിടെ നിശ്ചല തത്വമാണ്. ആ നിശ്ചല തത്വത്തില് നിഖില കർമ്മ ബന്ധന വിനിർമുക്ത സ്യാദ്. ജീവഭാവത്തിൽ നിന്നും മോചനം ഉണ്ടായാല് സകല കർമ്മങ്ങളിൽ നിന്നും മോചനമാണ്. ജ്ഞാനാഗ്നി സർവകർമാണി ഭസ്മസാത് കുരുതേ. ജ്ഞാനാഗ്നിയിൽ സർവ കർമ്മങ്ങളും, കർമാണി എന്ന് പറഞ്ഞിരിക്കുന്നത്, അതായത് സകല പാപവും പുണ്യവും ഭസ്മീകരിക്കപ്പെടും ജ്ഞാനാഗ്നിയിൽ. ഇവിടെ ബ്രഹ്മജ്ഞാനം ഉണ്ടായി കഴിഞ്ഞാൽ ജീവഭാവം ഇല്ല. ജീവഭാവം ഒഴിവായി കഴിഞ്ഞാല് അപരോക്ഷജ്ഞാനം ഉണ്ടാകണം. കേട്ടറിവ് പോരാ, പരോക്ഷജ്ഞാനം പോരാ. അപരോക്ഷജ്ഞാന അനുഭൂതിയില് നിഖില കർമ്മബന്ധന വിനിർമുക്ത സ്യാദ്. സകല കർമ്മബന്ധന ഛേദം ഉണ്ടാകുന്നു. അപ്പൊ ഒരു സംശയം ഉണ്ടാകും, കർമാണി കതിവിധാനി സന്തി. കർമ്മ എത്ര പ്രകാരത്തിലുണ്ട്? കർമാണി കതിവിധാനി സന്തി ഇതി ചേത്. അങ്ങനെയാണെങ്കിൽ എന്താണെന്നാണെങ്കിൽ, ആഗാമി സഞ്ചിത് പ്രാരബ്ധ ഭേദേന ത്രിവിധാനി സന്തി. 3 തരത്തില് കർമ്മങ്ങളുണ്ട്. സഞ്ചിതം, പ്രാരബ്ധം, അതുപോലെ തന്നെ ആഗാമി. അപ്പൊ ഈ 3 കർമ്മങ്ങൾ എന്ന് പറയുമ്പോൾ സൂക്ഷ്മ സ്ഥൂല ശരീരങ്ങളുടെ പ്രവർത്തനം കൊണ്ട് നടക്കുന്ന കർമ്മങ്ങൾ.
അപ്പൊ ഈ കർമ്മങ്ങളിൽ നിന്ന് എങ്ങനെയാണ് ഫലം വരുന്നത് എന്ന് നമുക്ക് ഒരു സംശയം തോന്നും. ആ കർമ്മങ്ങളിൽ നിന്ന് ഫലം വരുന്നത് കർത്തുരാജ്ഞയാ പ്രാപ്യതേ ഫലം കർമ്മ കിം പരം കർമ്മ തജ്ജഡം. കർമ്മം യഥാർത്ഥത്തിൽ ജഡമാണ്. കർമ്മം ജഡമാണ്. കർമ്മത്തെ മുഴുവൻ പ്രകാശിപ്പിക്കുന്ന, സാക്ഷിയായിരിക്കുന്ന, സർവാന്തര്യാമിയായിരിക്കുന്ന ആ ഈശ്വരന്റെ ആജ്ഞ ആ സാക്ഷിയായിട്ട് സർവ്വതിനെയും രേഖപ്പെടുത്തി വെക്കുന്നത് കൊണ്ട് അതിനനുസരിച്ച് കർത്തുരാജ്ഞയാ പ്രാപ്യതേ ഫലം. ആ കർത്താവിന്റെ എന്നുള്ള അർത്ഥത്തില് അവിടെ ആ സർവേശ്വരന്റെ ആജ്ഞയാല് ഫലം പ്രാപിക്കുന്നു. കർമ്മം എന്ന് പറഞ്ഞാല് ജഡമല്ലാതെ മറ്റൊന്നും അല്ല. അതുകൊണ്ട് ഇവിടെ ഓരോ കർമ്മവും എന്താണെന്ന് പറയുകയാണ്. ജ്ഞാനോത്പത്തി അനന്തരം ജ്ഞാനി ദേഹകൃതം. ജ്ഞാന ഉത്പത്തി ഉണ്ടായി കഴിഞ്ഞാൽ ഞാൻ വീണ്ടും കർമ്മം ചെയ്യുവോ? ആ ശരീരം ചെയ്തുകൊണ്ടിരിക്കത്തില്ലേ? പക്ഷെ ജീവാഹന്ത ഇല്ലെങ്കിൽ എങ്ങനെ കർമ്മം ചെയ്യാൻ പറ്റും? ജീവഭാവം നശിച്ചുപോയി, ജീവഭാവം പൂർണ്ണമായി ഒഴിവായി. ഞാനെന്ന അഹന്ത അസ്തമിച്ചു പോയി. ഞാനെന്ന അഹന്ത അസ്തമിച്ചാല് പിന്നെ പ്രവർത്തിക്കുന്നത് ഈ ശരീരം മാത്രമാണ്. വറുത്ത വിത്ത് പോലെ ബാക്കി കാര്യങ്ങൾ നടക്കും, അത് മുളയ്ക്കില്ല. അതുകൊണ്ട് ഇവിടെ പറഞ്ഞിരിക്കുകയാണ് ആചാര്യ ഭഗവത് പാദർ, ജ്ഞാനോത്പത്തി അനന്തരം ജ്ഞാനി ദേഹകൃതം പുണ്യപാപരൂപം കർമ്മ യദസ്തി ആഗാമി ഇത്യഭിധീയതേ. ആഗാമി എന്ന് പറഞ്ഞാല് ജ്ഞാനം ഉണ്ടായതിന് ശേഷം, ജ്ഞാനോത്പത്തി അനന്തരം, ജ്ഞാനോത്പത്തി വന്നതിന് ശേഷം ജ്ഞാനിയുടെ ദേഹം കർമ്മം ചെയ്യും. ആ കർമ്മം ചെയ്യുന്നതിൽ നിന്ന് പുണ്യവും പാപവും ഉണ്ടാകുന്നു. അതങ്ങോട്ട് ജ്ഞാനി ഒരിക്കലും എന്തായാലും കർമ്മം ചെയ്യുന്നില്ലല്ലോ, പിന്നെ എങ്ങനെയാണ് പുണ്യവും പാപവും ഉണ്ടാകുന്നത്? അത് യഥാർത്ഥത്തില് ഒരു സദ്ഗുരു, ആ സദ്ഗുരു അന്ന് ക്ലാസ് എടുക്കുന്നതിന് വേണ്ടി എല്ലാ ശിഷ്യരോടും എത്തിച്ചേരാൻ പറഞ്ഞു. ഒരു ശിഷ്യൻ താമസിച്ചെത്തിയപ്പോൾ ശിഷ്യനെ വേണ്ട രീതിയിൽ അങ്ങ് നല്ലതുപോലെ ശകാരിച്ചതിന് ശേഷം എന്താണ് താമസിച്ചതെന്ന് ശിഷ്യൻ പറഞ്ഞു. എൻ്റെ അമ്മയ്ക്ക് സുഖമില്ലായിരുന്നു, അമ്മയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാണിച്ചതിന് ശേഷമാണ് ഞാൻ തിരിച്ചിവിടെ എത്തിയത്. ഇത് കേട്ടപ്പോൾ സദ്ഗുരു അറിയാതെ പറഞ്ഞതിന് ക്ഷമ ചോദിച്ചുവെങ്കിലും അതിനൊരു പാപഫലം സൂക്ഷ്മദൃഷ്ട്യാ ചേർത്ത് വെക്കുന്നുണ്ട്. അപ്പൊ സദ്ഗുരു യഥാർത്ഥത്തിൽ ജീവഭാവം അസ്തമിച്ചിരിക്കുന്നത് കൊണ്ട് സദ്ഗുരുവിന് പാപം വരേണ്ട കാര്യമില്ല. അതുപോലെ സത്കർമ്മങ്ങൾ ചെയ്യുന്നതിന്റെയും കർമ്മം ഉണ്ടോ, ആ കർമ്മത്തിന്റെ ഫലം ഉണ്ട്. അതിന് തുടർച്ചയായിട്ട് നിങ്ങൾക്ക് അങ്ങോട്ട് കേൾക്കുമ്പോൾ മനസ്സിലാകും ഈ ഫലം എവിടെ പോകുന്നു എന്നുള്ളത്. അപ്പോ എന്ത് ചെയ്യും? ജ്ഞാനി ദേഹം കൊണ്ട് ചെയ്യുന്ന കർമ്മങ്ങളില് പുണ്യപാപരൂപം കർമ്മ ഉണ്ട്. ആ പുണ്യപാപ രൂപത്തിലുള്ള കർമ്മം യദസ്തി തദാഗാമി ഇത്യഭിധീയതേ. അതിനെ എന്ത് പറയുന്നു? ആഗാമി എന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ സഞ്ചിതം കർമ്മ കിം? സഞ്ചിതം എന്ന് പറയുന്നത് എന്താണ്? ചി എന്ന പദത്തിന്റെ അർത്ഥം തന്നെ സഞ്ചയിക്കുക, കൂട്ടിവെക്കുക, കളക്ട് ചെയ്യുക എന്നാണ്. അനന്ത കോടി ജന്മനാം. ഇത് പറയുന്നത് ശങ്കര ഭഗവത് പാദര, ഞാനല്ല. ഈ പറയുന്നത് ഞാനല്ല, ശങ്കര ഭഗവത് പാദര ഉപദേശിക്കുന്നത്. അനന്ത കോടി ജന്മനാം ബീജഭൂതം. അനന്ത കോടി ജന്മങ്ങളിൽ ചെയ്ത കർമ്മങ്ങളുടെ ബീജരൂപമായിരിക്കുന്ന ഫലം യത് കർമ്മജാതം. അനേക കോടി ജന്മങ്ങളിൽ നിന്ന് സഞ്ചയിച്ചു വച്ചിരിക്കുന്ന പൂർവാർജിതമായ ബീജരൂപത്തിലുള്ള ആ കർമ്മഫല സഞ്ചയത്തെയാണ് സഞ്ചിതം എന്ന് പറയുന്നത്. പൂർവാർജിതമായി അനേക ജന്മങ്ങളിൽ കൂടി ചേർത്ത് വച്ചിരിക്കുന്ന കർമ്മങ്ങൾ, അതിനെ സഞ്ചിതം എന്ന് പറയും. അങ്ങനെയാണെങ്കിൽ പ്രാരബ്ധം എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രാരബ്ധം കർമ്മ കിം ഇതി ചേത്.
അതിന്റെ കാര്യം ശ്രദ്ധിച്ചു കേട്ടോ. ഇതം ശരീരം ഉത്പാദ്യ, ഈ ശരീരത്തെ സ്വീകരിച്ചിട്ട് ജനിപ്പിച്ചിട്ട് ഇഹലോകെ, ഈ ലോകത്തിൽ വെച്ച് ഏവം, ഏത് പ്രകാരത്തിലാണോ സുഖദുഃഖാദിപ്രദം യത് കർമ്മ, സുഖദുഃഖങ്ങളെ തരുന്ന തരത്തില് കർമ്മം അനുഷ്ഠിച്ചു കൊണ്ടിരിക്കുന്നത്, തത് പ്രാരബ്ധം. ഈ ശരീരം ഈ ലോകത്തിൽ സ്വീകരിച്ചിട്ട് എങ്ങനെയാണോ സുഖദുഃഖങ്ങൾക്ക് കാരണങ്ങളായ കർമ്മങ്ങളെ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അത് പ്രാരബ്ധമാണ്. ഈ പ്രാരബ്ധം ഭോഗേന നഷ്ടം ഭവതി, ഭുജിക്കുന്നത് കൊണ്ട് പ്രാരബ്ധം ക്ഷയിക്കും. പ്രാരബ്ധ കർമ്മണ ഭോഗാദേവ ക്ഷയം ഭവതി. പ്രാരബ്ധം ഭുജിക്കുന്നത് കൊണ്ട് മാത്രമേ ക്ഷയിക്കുകയുള്ളൂ എന്നാണ് പറയുന്നത്. ഒരാളുടെ ജന്മം ഈ പ്രാരബ്ധം നിശ്ചയിക്കുന്നതാണ്. പ്രാരബ്ധം എന്ന് പറഞ്ഞാല് ഒരാളുടെ ആയുസ് എത്രയാണ്, അയാളുടെ ജാതി എന്താണ്. അത് നമ്മൾ പറയുന്ന ജാതിയല്ല, മനുഷ്യജാതിയാണോ, മനുഷ്യത്വം ജാതി. അപ്പം മനുഷ്യജാതിയാണോ, മൃഗജാതിയാണോ, കൃമിജാതിയാണോ, വൃക്ഷജാതിയാണോ, ഏത് ജാതിയിലാണ് ജന്മം എന്നുള്ളതും പ്രാരബ്ധമാണ് തീരുമാനിക്കുന്നത്. അപ്പൊ പ്രാരബ്ധം അനുസരിച്ച് ആയുസ്, ജാതി, ഭോഗം ഇതൊക്കെ തീരുമാനിക്കപ്പെടുന്നു. അതനുസരിച്ച് ഓരോ വ്യക്തിക്കും പ്രാരബ്ധം ഉണ്ടാകുന്നു. അത് തൊടുത്തു വിട്ട അമ്പാണെന്ന് പറയും. വിട്ടുകഴിഞ്ഞതാണ്, പറഞ്ഞു കഴിഞ്ഞ വാക്കുപോലെ, തൊടുത്തു വിട്ട അമ്പ് പോലെ. അത് കഴിഞ്ഞ ജന്മത്തിൽ സഞ്ചയിച്ചു വെച്ചിരിക്കുന്ന ഒന്നിൽ നിന്ന് ഇപ്പോഴെടുത്ത് ഇപ്പോൾ സ്വീകരിച്ച് ഭുജിച്ചുകൊണ്ടിരിക്കുന്ന ലോക അനുഭവങ്ങളെ എന്തു പറയും? പ്രാരബ്ധം എന്ന് പറയും. ഈ സഞ്ചിതം കർമ്മം നശിക്കാൻ വല്ല മാർഗമുണ്ടോ? ഇനി എത്ര സഞ്ചിതം ഉണ്ടെന്ന് അറിയത്തില്ല. അനന്തകോടി ജന്മനാം ബീജഭൂതവാ. ഇനി ഈ പ്രാരബ്ധം നശിക്കാൻ വല്ല മാർഗവും ഉണ്ടോ? എങ്ങനെ പ്രാരബ്ധം നശിക്കും? അങ്ങനെയാണ് എങ്കിൽ പ്രാരബ്ധം കർമ്മ എങ്ങനെ നശിക്കും എന്ന്, സഞ്ചിതം കർമ്മ എങ്ങനെ നശിക്കും എന്ന്. സഞ്ചിതം കർമ്മ ബ്രഹ്മൈവാഹമസ്മീതി നിശ്ചയാത്മക ജ്ഞാനേന നശ്യതി. ഞാൻ ബ്രഹ്മമാണ് എന്നുള്ളത് ഈ ജന്മത്തിൽ അനുഭൂതമാക്കിയാൽ സഞ്ചയിച്ചു വച്ചിരിക്കുന്ന സകല കർമ്മങ്ങളും അസ്തമിക്കും. ഒരു നനഞ്ഞിരിക്കുന്ന തോർത്ത് വെയിലത്തിട്ട് ഉണങ്ങിയാൽ അത് പിന്നെ നനഞ്ഞതല്ലാതായി തീരുന്നത് പോലെ, നമ്മൾ നേരത്തെ പറഞ്ഞു, ജ്ഞാനാഗ്നിയാൽ സർവ കർമ്മങ്ങളും കർമ്മപാപ ഫലങ്ങളും നശിച്ചു പോകുന്നു. അപ്പൊ ഇത് അഹം ബ്രഹ്മ എന്ന് അനുഭവിക്കണമെങ്കിൽ ദേഹോഹം ബുദ്ധി നശിക്കണം. കുറേശ്ശെ 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 അഭ്യസിച്ചു തുടങ്ങണം. അഭ്യസിച്ചു തുടങ്ങണം? എങ്ങനെ അഭ്യസിക്കണം? അസംഗോഹം 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 പുനഃ പുനഃ സച്ചിദാനന്ദരൂപോഹം അഹമേവാഹമവ്യയ. ബ്രഹ്മജ്ഞാനാവലിമാല ശങ്കര ഭഗവത്പാദരുടെ അത് ഗംഭീരമായ കൃതിയാണ്. ആ കൃതി ആരംഭിക്കുന്നത് തന്നെ സകൃത് ശ്രവണ മാത്രേണ ബ്രഹ്മജ്ഞാനം യതോ ഭവേത് ബ്രഹ്മജ്ഞാനാവലിമാല സർവേഷാം മുക്ത സിദ്ധയേ. ആദ്യം അതിന്റെ ഒരു ഫലം പറഞ്ഞുകൊണ്ടാ. എന്ന് പറഞ്ഞാല് കേൾക്കുന്ന മാത്രയിൽ ബ്രഹ്മജ്ഞാനം ഉണ്ടാകും. അസംഗോഹം അസംഗോഹം, നല്ല ഗംഭീര മന്ത്രമല്ലേ ഇത്. ഞാൻ അസംഗനാണ്, ഞാൻ അസംഗനാണ്, അസംഗനാണ് എന്ന് പറഞ്ഞാൽ ഒന്നും ബന്ധമില്ലാത്തതിനാണ്. ഇതൊരു 10 പ്രാവശ്യം പറയുമ്പോൾ തന്നെ ആ ഭാവനയോടുകൂടി ജപിച്ചു കഴിഞ്ഞാൽ ആ അനന്തമായിരിക്കുന്ന, ആദ്യന്തരഹിതമായിരിക്കുന്ന പൂർണ്ണ പ്രകാശമായി ധ്യാനിക്കുന്നതിന് പ്രയോജനപ്പെടുന്ന ഒരു മന്ത്രം തന്നെയാണ് ഈ ബ്രഹ്മജ്ഞാനാവലിമാല എന്ന കൃതിയും. ഒരു കൃതിയല്ല, എല്ലാ കൃതിയും അങ്ങനെ തന്നെ. എങ്കിലും ഈ കൃതി ബ്രഹ്മജ്ഞാനാവലിമാലയാണ്. ഇനി പറയുകയാണ്, ആഗാമി കർമ്മ അഭിജ്ഞാനേന നശ്യതി. അപ്പൊ സഞ്ചിത കർമ്മം പോകണമെങ്കിൽ എന്ത് ചെയ്യണം? അഹം ബ്രഹ്മാസ്മി ഇതുണ്ടാകണം. ദൃഢബോധം, ദൃഢാനുഭവം ഉണ്ടാകണം. ആഗാമി കർമ്മ അഭി ജ്ഞാനേന നശ്യതി.
കിഞ്ച ആഗാമി കർമ്മണ. അപ്പൊ ആഗാമി കർമ്മണ, അപ്പം ജ്ഞാനിക്ക് പുണ്യകർമ്മവും പാപകർമ്മവും ഉണ്ടെന്ന് പറഞ്ഞാൽ അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റത്തില്ലല്ലോ. ജ്ഞാനി എങ്ങനെയാണ് കർമ്മം ചെയ്യുന്നത്? പത്മപത്രം ഇവാംബസ എന്ന് ഗീതാകാരൻ പറയുന്നുണ്ട്. പത്മപത്രം പോലെയാണ് കർമ്മം ചെയ്യുന്നത്. ഇവിടെ ആചാര്യ ഭഗവത്പാദർ പറയുകയാണ്, കിഞ്ച ആഗാമി കർമ്മണ, ഈ കർമ്മങ്ങള് നളിനീദളഗത ജലവജ്ഞാനിനാം സംബന്ധോ നാസ്തി. ജ്ഞാനിക്ക് ഈ പുണ്യകർമ്മമായിട്ടും പാപകർമ്മമായിട്ടും യാതൊരു ബന്ധവും ഇല്ല. നളിനീദളഗത ജലം അതിതരളം തത്വജീവിതം അതിശയ ചപലം എന്ന് ഭജഗോവിന്ദത്തിലും പറയുന്നുണ്ട്. ഭജഗോവിന്ദം ദിവസം ആലപിക്കാം, ഒരു 10 മിനിറ്റ് ജപിക്കാം. ഭജഗോവിന്ദത്തിലും പറയുകയാണ് എന്ത്? യാതൊരു ക്ഷണികമായിരിക്കുന്ന ഈ ജീവിതം എന്ന് പറഞ്ഞിട്ട് പറയുന്നത് പോലെ പറയുകയാണ്, ജ്ഞാനിയുടെ കർമ്മങ്ങള് നളിനീദളഗത ജലവത്, ആ ജലത്തെ പോലെയാണ്. നളിനീദളത്തില് താമരയിലയിൽ ജലം ചേരുമോ? പറ്റിപ്പിടിക്കുമോ? ഇല്ല. അതുപോലെ ജ്ഞാനി ചെയ്യുന്ന കർമ്മങ്ങൾ ജ്ഞാനിക്ക് ബന്ധത്തെ ഉണ്ടാക്കുന്നില്ല. അവരുടെ കർമ്മം അവരെ കെട്ടുന്നില്ല എന്ന് പറഞ്ഞാല് കരിഞ്ഞ ചരട് പോലെയാണ്. കരിഞ്ഞ ചരട്, കയറ്, കരിഞ്ഞ കയറ്. ആ കയറ് കിടക്കുന്നുണ്ട്, ആ കയറാണെന്ന് തോന്നും. എടുത്ത് കെട്ടാൻ നോക്കിയാ അതുകൊണ്ട് കെട്ടാനും പറ്റുകയില്ല. അതുപോലെയാണ് ജ്ഞാനിയുടെ കർമ്മങ്ങൾ. അപ്പൊ ഈ ജ്ഞാനിയുടെ കർമ്മം എങ്ങനെ പോകും എന്ന് ശങ്കര ഭഗവത്പാദർ പറഞ്ഞിരിക്കുന്നതെന്ന് ശ്രദ്ധിച്ച് നമുക്ക് കേൾക്കാം, ശ്രവണം ചെയ്യാം. കിഞ്ച യേ ജ്ഞാനിനാം, ആരാണോ ഇങ്ങനെയുള്ള ജ്ഞാനിനം സ്തുവന്തി, ജ്ഞാനിനം സ്തുവന്തി സ്തുതിക്കുന്നത്, ഭജന്തി ജ്ഞാനിയെ സേവ ചെയ്യുന്നത്, അർച്ചയന്തി അർച്ച ചെയ്യുന്നത്, താൻ പ്രതി ജ്ഞാനികൃതം ആഗാമി പുണ്യം ഗച്ഛതി. കേട്ടുവോ? ശ്രദ്ധിച്ച് കേട്ടുവോ? ആരാണോ ജ്ഞാനിയെ സ്തുതിക്കുന്നത്, ആരാണോ ഭജിക്കുന്നത്, പൂജിക്കുന്നത്, അവരിലേക്ക് ജ്ഞാനിയുടെ പുണ്യം, ആഗാമി കർമ്മഫലമാകുന്ന പുണ്യം എത്തിച്ചേരുന്നു. താൻ പ്രതി ജ്ഞാനികൃതം ആഗാമി പുണ്യം ഗച്ഛതി. യേ ജ്ഞാനിനം നിന്ദന്തി ദ്വിഷന്തി ദുഃഖപ്രദാനം കുർവന്തി. ആരാണോ ജ്ഞാനിയെ നിന്ദന്തി നിന്ദിക്കുന്നത്, ദ്വിഷന്തി ദുഷിക്കുന്നത്, ദുഃഖപ്രദാനം കുർവന്തി കഷ്ടപ്പാടുകൾ കൊടുക്കുന്നത്, അവരിലേക്ക് ജ്ഞാനികൃതം സർവമാഗാമി ക്രിയമാണം, ആഗാമിയുടെ പാപങ്ങളെല്ലാം യഥവാച്യം കർമ്മ പാപാത്മകം തത് ഗച്ഛതി. ജ്ഞാനിയെ ആരാണോ സ്തുതിക്കുന്നത്, ഭജിക്കുന്നത്, സേവിക്കുന്നത്, അവരിലേക്ക് ജ്ഞാനി ചെയ്യുന്ന ആഗാമി പുണ്യം പോകുന്നു. ജ്ഞാനി ചെയ്യുന്ന ആഗാമി പാപം ദുഷിക്കുന്നവരിലേക്കും നിന്ദിക്കുന്നവരിലേക്കും ജ്ഞാനിക്ക് ദുഃഖം ഏർപ്പെടുത്തി കൊടുക്കുന്നവരിലേക്കും പോകുന്നു എന്ന് ഇന്ന് ശാസ്ത്രം പറയുന്നുണ്ട്. ഇവിടെ ഒരു കർമ്മത്തിന്റെ ഫലം ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോ ബി ഡിസ്ട്രോയിഡ് എന്ന് പറയുന്നത് ഇവിടെ അർത്ഥവത്താകുന്ന രീതിയിലാണ് ആചാര്യ ഭഗവത്പാദര് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്താലും എങ്ങനെ ചെയ്യണം, എപ്പോൾ ചെയ്യണം, എന്തുകൊണ്ട് ചെയ്യണം, എന്തുകൊണ്ട് ചെയ്യണ്ട, നമ്മളുടെ ജീവിതത്തിൽ ഇവിടെ ഒന്നും നേടാനില്ല. നമ്മളുടെ വിചാരം നമുക്ക് എന്തൊക്കെയോ നേടാനുണ്ട് എന്നാണ്. അവരവരുടെ കർമ്മവാസനയ്ക്കനുസരിച്ച് മനസ്സാ വാച കർമ്മണ ഈശ്വര പൂജ ചെയ്യുന്നവരായി മാറേണ്ടതായിട്ടുണ്ട്. സർവ്വതും ഈശ്വര സ്വരൂപമാണെങ്കിൽ മനസ്സാ വാച കർമ്മണ സർവ ക്ഷേമത്തിനായി, സർവചരാചര നന്മയ്ക്കായി പ്രവർത്തിക്കുന്നതിനുള്ള ശ്രദ്ധ സർവദാ ലഭിക്കണമേ എന്നൊരു പ്രാർത്ഥനയുണ്ടായിരിക്കണം. എപ്പോൾ മനസ്സ് ചലിച്ചാലും, ബുദ്ധി ചലിച്ചാലും, ഇന്ദ്രിയങ്ങൾ ചലിച്ചാലും, ദേഹം ചലിച്ചാലും ഞാൻ ദേഹമല്ല, മനസ്സല്ല, ഇന്ദ്രിയങ്ങളല്ല, ബുദ്ധിയല്ല എന്ന് കണ്ടിട്ട് മനോബുദ്ധീന്ദ്രിയാദി ശരീരമായിരിക്കുന്ന സകലതും പ്രകാശമാണെന്ന്
ആത്മജ്ഞാന അവബോധത്താൽ നിരന്തരം ശ്രദ്ധാപൂർവം ഭാവന ചെയ്ത് ആ ഭാവനയിലൂടെ ബ്രഹ്മാഹമസ്മീതി വിഭാവയന്ത, അങ്ങനെ വിഭാവന ചെയ്ത് അതിൽ പൂർണ്ണമായി രമിക്കണം. ബാക്കിയുള്ള ജ്ഞാനം ഞാൻ കർത്താവാണ് എന്നുള്ള ഭാവന എപ്പോഴെങ്കിലും വരുന്നെങ്കിൽ നന്മയ്ക്ക് വേണ്ടി അല്ലാതെ ചെയ്യരുത്. അറിഞ്ഞോ അറിയാതെയോ നമ്മളുടെ ഉള്ളിൽ നിന്നും ഒരു ചിന്ത പോലും മറ്റൊരാളെ ദ്വേഷിക്കുന്നതിനായി വരരുത്. കാരണം ഇന്നല്ലെങ്കിൽ നാളെ ഫലം വരുന്നു എന്ന് പറയുന്നത്, അതും ഈ പ്രാരബ്ധത്തെ ശ്രദ്ധിച്ചു നോക്കിയാൽ അനന്തകോടി ജന്മനാം ബീജഭൂതം യത് കർമ്മജാതം പൂർവാർജിതം തിഷ്ഠതി. ഇതൊന്ന് ശ്രദ്ധിച്ചു നോക്കിയാല് ഇനി എത്ര കാലം ജന്മമെടുത്താല് ഇനി ഒരു ശരീരത്തിലിരുന്നു കൊണ്ട് അനുഭവിക്കുന്ന ദുഃഖം, ഉത്കണ്ഠ, ഭയം, വിഷമം, ഇതൊക്കെ ജീവഭാവത്തിന്റെ ഭ്രമങ്ങളാണെന്ന് തിരിച്ചറിയുന്നില്ല. മൂഢജഹീഹി ധനാഗമ തൃഷ്ണ കുരു സദ്ബുദ്ധി മനസ്സി വൃതൃഷ്ണ യത്ലഭസേ നിജ കർമ്മോപാത്തം വിത്തം തേന വിനോദയ ചിത്തം. ഈ ഭജഗോവിന്ദം തന്നെ ഒരാളെ പക്വമതിയാക്കുന്ന ശ്രേഷ്ഠ ഗ്രന്ഥമാണ്. അജ്ഞാനത്തിന്റെ ആ കരാള ഹസ്തത്തിൽ നിന്നും ഒരാളെ മോചിപ്പിക്കുന്ന അമൂല്യമായ ഉപദേശ സാരമാണ് ഭജഗോവിന്ദം. ആ ഭജഗോവിന്ദത്തിൽ എപ്പോഴെപ്പോൾ അഹന്തയുടെ ഒരു ജൃംഭണം ഉണ്ടാകുന്നുവോ അപ്പോഴപ്പോൾ അതിന്റെ തലയ്ക്ക് അടി കൊടുക്കുന്ന ഒന്നാണ് എന്ന് ഭജഗോവിന്ദത്തിന് മറ്റൊരു പേരുണ്ട്, മോഹമുദ്ഗരം എന്നാണ്. മോഹത്തിനെ ഇരുമ്പുലക്ക കൊണ്ട് അടിക്കുന്നു എന്നാണ് മറ്റൊരു പേര്. മോഹത്തിന്റെ തലയ്ക്ക് ഇരുമ്പുലക്ക കൊണ്ട് അടിക്കുന്നത് പോലെയാണ്. അതുകൊണ്ടാണ് നമ്മളെ വളരെ ആവർത്തിച്ച് ചിന്തിച്ചാൽ വളരെ സ്നേഹത്തോടെയാണ് അടുപ്പമുള്ളവർ, ബന്ധുക്കൾ, സ്വന്തക്കാരെ നമ്മളെ മൂഢ മൂഢ എന്ന് ആവർത്തിച്ച് വിളിക്കുകയുള്ളൂ. മൂഢ എന്ന് എത്ര പ്രാവശ്യമാണ് ആചാര്യ ഭഗവത് പാദർ നമ്മെ വിളിച്ചിരിക്കുന്നത്. അത്രയധികം കാരുണ്യ പാരവശ്യം നമ്മളോടുണ്ട് എന്ന് നമുക്ക് തിരിച്ചറിയാം. അതുകൊണ്ട് ഓരോ നിമിഷവും ദൈവമേ, സച്ചിദാനന്ദമായിരിക്കുന്ന ബോധമേ, ഈ ജീവഭാവം അസത്യമാണ്, നിഴലിൽ ഭ്രമിക്കരുത്. അന്യമായി ഞാൻ അന്വേഷണ ത്വരയോടുകൂടി ഇങ്ങനെ വ്യാമോഹത്താൽ ഭജിക്കുമ്പോൾ ദൈവമേ, മുനിർന്ന വ്യാമോഹം ഭജതി. മുനിക്കൊന്നിലും വ്യാമോഹം ഉണ്ടാകുന്നില്ല, ജീവൻ മുക്തൻ ഒന്നിലും വ്യാമോഹം ഉണ്ടാകുന്നില്ല. ജാഗ്രത്തിലും സ്വപ്നത്തിലും സുഷുപ്തിയിലും യാതൊന്നാണോ ഒരുപോലെ വിരാജിക്കുന്നത്, ആ അനന്ത ചൈതന്യം ഞാനാണ് എന്ന് തിരിച്ചറിയുന്നു. ജാഗ്രത് സ്വപ്ന സുഷുപ്തിഷു സ്ഫുടതരാ സംവിദു ജൃംഭതേ. ജാഗ്രത്തില്, സ്വപ്നത്തില്, സുഷുപ്തിയില് ഏത് സംവിത്താണോ ഉള്ളത്, സൈവാഹം നജ ദൃശ്യവസ്തുതി ദൃഢപ്രജ്ഞാപി. അവിടെ ദൃശ്യവസ്തുവില്ല എന്ന് വളരെ ഗംഭീരമായിട്ട്. അപ്പൊ ഈ ശരീരം തുടങ്ങിയുള്ള സകല ദൃശ്യവസ്തുക്കളും ബ്രഹ്മശക്തി തന്നെ സ്പന്ദിച്ച് ഖനീഭൂതമായിരിക്കുന്നതാണ്, ബ്രഹ്മം തന്നെയാണ്. ഇതാർക്കാണോ ദൃഢപ്രജ്ഞയുള്ളത്, ഇതി ദൃഢപ്രജ്ഞാപി യസ്യ അസ്തി ചേത് ചണ്ഡാലോസ്തു സതു ദ്വിജോസ്തു ഗുരുരിത്യേഷ മനീഷ മമ. മനീഷ പഞ്ചകത്തില് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ശങ്കര ഭഗവത് പാദര് ഈ കർമ്മത്തെയും കർമ്മഫലത്തെയും ഒക്കെ പറയുമ്പോൾ പറയുന്നുണ്ട്, പ്രാരബ്ധം ക്വനു ഭൂതം ഭാവിച്ച ദുഷ്കൃതം പ്രദഹത. ഭാവി ദുഷ്കൃതത്തെയും ഭൂത ദുഷ്കൃതത്തെയും നോക്കൂ, ശങ്കര ഭഗവത് പാദരാ പറയുന്നത്, ഭൂതം ഭാവിച്ച ദുഷ്കൃതം. ശങ്കര ഭഗവത് പാദർക്ക് എന്ത് ദുഷ്കൃതം, നമുക്ക് വേണ്ടി ഈ കൃതികളൊക്കെ എഴുതിയിരിക്കുന്നത്. പ്രദഹത സംവിന്മയേ പാവകേ. സംവിത്താകുന്ന അഗ്നിയില് അത് ദഹിപ്പിച്ചു കളഞ്ഞു. ഭൂതദുഷ്കൃതങ്ങളില്ല, ഭാവി ദുഷ്കൃതങ്ങളില്ല, കാരണം ജീവഭാവം ഇല്ല. പ്രാരബ്ധായ സമർപ്പിതം സ്വബപുഹു. പ്രാരബ്ധത്തിന് വേണ്ടി ഈ ശരീരത്തെ സമർപ്പിച്ചിരിക്കുകയാണ്. സകല ചലനങ്ങളും അസത്യമാണ്. എവിടെ മനസ്സുണ്ടോ അവിടെ ചലനമുണ്ട്. അതുകൊണ്ട് ചലനത്തെ മുഴുവൻ അസത്യമായി കണ്ടുകൊണ്ട്, സകല ആശയങ്ങളും അസത്യമാണെന്ന് കണ്ടുകൊണ്ട്,
നാമരൂപങ്ങൾ നാം കാണുന്ന രീതിയിലല്ല എന്നും, നാമം വസ്തുവിലില്ല എന്നും, നാമം വസ്തു അല്ല എന്നും തിരിച്ചറിയുന്ന ഉണ്മ സ്വരൂപമായിരിക്കുന്നവനാണ് ജീവൻ മുക്തൻ. വസ്തുക്കളെ കാണുമ്പോൾ ബ്രഹ്മത്തെ ദർശിക്കുന്നവൻ, വസ്തുവിനെ കാണാതിരിക്കുന്നവൻ, സകല ശബ്ദങ്ങളും അസത്യമെന്നറിഞ്ഞ് അദ്വയ പ്രകാശത്തിൽ അഭേദമായി തീർന്നവൻ. അവൻ പറയും, പ്രാരബ്ധം ഗ്വനു സഞ്ചിതം തവ കിമാഗാമി ക്വ കർമാപ്യാസത്ത്. പ്രാരബ്ധം എവിടെ? സഞ്ചിതം എവിടെ? ആഗാമി എവിടെ? അഹം ബ്രഹ്മാസ്മി. പിന്നെയോ കർമാപ്യാസത്ത്, കർമ്മ തജ്ജടം. കർമ്മം ജഡമാണ്, കർമ്മ അസത്താണ്, ചലനം അസത്യമാണ്. മനസ്സിൽ വിചാരിക്കുന്നത് കൊണ്ട്, മനസ്സിൽ ജീവിക്കുന്നത് കൊണ്ട്, മനസ്സ് സത്യമെന്ന് ഭ്രമിക്കുന്നത് കൊണ്ട് മൂഢന്മാരായി നമ്മൾ ജീവിതം തുടരുന്നു. മൂഢന്മാരായി ജീവിതം തുടരുന്നു. ഇനിയും മൂഢ ജീവിതം തുടരരുതേ എന്നാണ് ആചാര്യൻ പറയുന്നത്. എന്തിനൊക്കെയോ വേണ്ടി, ഒരു പ്രയോജനവുമില്ലാതെ അവിദ്യയാൽ കാമകർമ്മങ്ങളിൽപ്പെട്ട് വാസന സഞ്ചയിച്ച് ജനന മരണ സംസാര ചക്രത്തിൽപ്പെട്ട് ഉഴലുന്ന ഓരോരുത്തരോടുമായി ആചാര്യൻ പറയുകയാണ്, ഇനിയും അങ്ങനെ വേണ്ട. എന്നിട്ട് പറയുക, തഥാച ആത്മവിത് സംസാരം തീർത്വാ. ഇപ്രകാരം ആത്മജ്ഞാനി സംസാരത്തെ മറികടക്കുന്നു. ശ്രോതാക്കളായിട്ടുള്ള ആരുടെയെങ്കിലും ഒക്കെ ഉള്ളിൽ ഈ ജ്ഞാനത്തിന്റെ ദീപം പ്രോജ്വലിച്ചു കഴിഞ്ഞാൽ അതിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കണം. ജന്മത്തെ നഷ്ടപ്പെടുത്തരുത്. ഒരു നിമിഷം പോലും നശിപ്പിക്കാൻ, നഷ്ടപ്പെടുത്താൻ നമ്മുടെ പക്കലില്ല. ആത്മവിത്ത്, ആത്മജ്ഞാനി സംസാരത്തിൽ നിന്ന് മോചിച്ചവനായതുകൊണ്ട് അവൻ പറയും, സംസാര ബന്ധ വിച്ഛേദമാണ് കുഞ്ഞേ ജന്മത്തിന്റെ പരമലക്ഷ്യം. അത് ശ്രവണം ചെയ്യാൻ കഴിയുന്നവർ തന്നെ അതീവ പുണ്യശാലികൾ, അതീവ ഭാഗ്യവാന്മാർ. ഭാഗ്യം എന്ന പദത്തിന്റെ അർത്ഥം തന്നെ ഭായിലേക്കുള്ള ഗമനം, പ്രകാശത്തിലേക്കുള്ള ഗമനം. ഭാഗ്യവാന്മാരാണ്, പുണ്യശാലികളാണ്. അവർ അര നിമിഷം പോലും തന്റെ മനസ്സിനെ പാടില്ലാത്ത വികാര വിചാരങ്ങളിലേക്ക് സഞ്ചരിക്കുവാൻ അനുവദിക്കില്ല. പ്രയോജനശൂന്യം. ഇന്നത്തെ സമൂഹത്തോട് നമുക്ക് സംവദിക്കുമ്പോൾ നമുക്ക് പറയാനുള്ളത്, കാലത്തിന്റെ കാലുഷ്യത്തിനനുസരിച്ച് മനുഷ്യ മനസ്സ് കലുഷിതമാകുന്ന ഒരു സംഭവ ബഹുലത നമുക്ക് ഇന്നത്തെ കാലഘട്ടത്തിൽ കാണാൻ കഴിയും. മനുഷ്യ മനസ്സിന്റെ കാലുഷ്യം എങ്ങനെ വർദ്ധിക്കുന്നു എന്ന് ചിന്തിച്ചാൽ ബോധ്യപ്പെടും. ഇന്നത്തെ മാധ്യമങ്ങളെല്ലാം തന്നെ പ്രയോജനശൂന്യങ്ങളായ വാർത്താ വിശേഷങ്ങൾ നമ്മുടെ മുന്നിലേക്ക് കാഴ്ചവെക്കുമ്പോൾ നമ്മളുടെ മനസ്സിനെയും മസ്തിഷ്കത്തെയും ഇത്രയധികം വിഷലിപ്തമാക്കുന്ന ആശയങ്ങൾ ഞാൻ എന്തിന് ശേഖരിക്കുന്നു, എന്തിന് പാപമാർജിക്കുന്നു? അതിന്റെ ഒരു ഇംപ്രിന്റ് പലതവണ തന്റെ ഉള്ളിലേക്ക് കടന്നു പോകുമ്പോൾ അതിന്റെ ഒരു വാസന വീണ്ടും ബീജമായി സ്വീകരിച്ച് അടുത്ത ജന്മത്തിലേക്ക് താൻ കരുതി കൂട്ടുകയാണ്. എന്ത് കാണുന്നു, എന്ത് കേൾക്കുന്നു, എന്തറിയുന്നു, വളരെ ശ്രദ്ധ വേണം. കർമ്മബന്ധമോചനം സാധ്യമാക്കാൻ ശ്രദ്ധയുള്ള ഓരോരുത്തരും ചിന്തിക്കുന്നതും പറയുന്നതും പ്രവർത്തിക്കുന്നതും ശ്രദ്ധിച്ചു വേണം. നമ്മൾ ഈ പറയുന്നതൊക്കെ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പോലെ നമ്മളുടെ സകലവിധ ചിന്തകളും സകലവിധ വാക്കുകളും സകലവിധ അനുഭവങ്ങളും റെക്കോർഡ് ചെയ്യുന്ന ഒരു ചിത്തമുണ്ട്. അതാണ് നമ്മുടെ സഞ്ചിതം ആയി തീരുന്നത്. കളക്ട് ചെയ്ത് വെക്കുക എന്നാണ് സഞ്ചിതത്തിന്റെ പൂർണ്ണമായ അർത്ഥം. സമ്യക്കായി കൂട്ടിച്ചേർക്കപ്പെട്ട് വെച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ ശ്രദ്ധയോടുകൂടി കാണുകയും കേൾക്കുകയും അറിയുകയും ചെയ്യുന്നില്ല എങ്കിൽ നമ്മളുടെ ജീവൻ ദുഷിക്കും. ആ ദുഷിച്ച ജീവനെ വീണ്ടും പ്യൂരിഫൈ ചെയ്യാൻ പ്രയാസമായിരിക്കും. അതുകൊണ്ട് ജീവഭാവം അസത്യമാണെന്ന് ഉറപ്പിക്കുന്നതിന് ഉചിതമായ തരത്തിലുള്ള ശ്രദ്ധ ശാസ്ത്രവാക്യത്തിൽ നമുക്കുണ്ടായിരിക്കണം, ഗുരുവിലുണ്ടായിരിക്കണം. ശങ്കര ഭഗവത്പാദരാണ് ഈ പറയുന്നത്, ആത്മവിത്ത് മാത്രമേ സംസാരത്തെ
പൂർണ്ണമായി തരണം ചെയ്ത് ബ്രഹ്മാനന്ദം ഇഹൈവ പ്രാപ്നോതി, ഇവിടെ വെച്ച് തന്നെ ബ്രഹ്മാനന്ദത്തെ പ്രാപിക്കുന്നു. തരതി ശോകം ആത്മവിത്ത് ഇതി ശ്രുതേഹേ, ശ്രുതിയിലും പറയുന്നുണ്ട് തരതി ശോകം ആത്മവിത്ത്. ഏത് ശ്രുതിയിലാണ് പറയുന്നത്? ഛാന്തോക്യ ശ്രുതി 7-ാം അധ്യായം 7-ാം കാണ്ഡം 1-ാം അധ്യായം. ഛാന്തോക്യത്തിൽ പറയുന്നുണ്ട് തരതി ശോകം ആത്മവിത്ത്. ആത്മവിത്ത് ശോകത്തെ മറികടക്കുന്നു. അവനെ ആർക്കും അറിയാൻ കഴിയില്ല. അവൻ അന്യത്തെ ദർശിക്കാത്തവനായതുകൊണ്ട്. സർവഭൂതസ്ഥമാത്മാനം സർവഭൂതാനി ചാത്മനി, സർവത്തിലും താനാകുന്ന ആത്മാവിനെയും തന്നിൽ സർവഭൂതങ്ങളെയും ദർശിക്കുന്നവന്. തത്ര ക മോഹ ക ശോക ഏകത്വം അനുപശ്യതഃ. ഏകത്വം ദർശിക്കുന്നവൻ എന്ത് മോഹം, എന്ത് ശോകം? തന്നിൽ നിന്ന് അന്യമല്ലാതെ എന്നു കാണുന്നു സർവ്വതും. തന്നിൽ നിന്ന് അന്യമല്ലാതെ എന്നു കാണുന്നു സർവ്വതും. അന്നേത് മോഹം, അന്നേത് ശോകം? ഏകത്വ ദൃക്കിന്. എല്ലാം ഏകമാണ് എങ്കിൽ എന്ത് ദോഷം ദർശിക്കും, എന്ത് നന്മ ദർശിക്കും? എന്തിനെ കുറിച്ചോർത്ത് സുഖിക്കും, ദുഃഖിക്കും? അതുകൊണ്ട് തരതി ശോകം ആത്മവിത്ത്. തനും ത്യജതു വാ കാശ്യാം ശ്വപചസ്യ ഗൃഹേ അഥവാ. ജ്ഞാനി തന്റെ ശരീരം കാശിയിലോ അഥവാ ചണ്ടാല കുടിലിലോ. ശ്വപചൻ, ശ്വപചൻ എന്ന് പറഞ്ഞാൽ പട്ടിയെ വേവിച്ച് കഴിക്കുന്നവൻ. ശ്വപചന്റെ ഗൃഹത്തിലാകട്ടെ കാശിയിലാകട്ടെ എവിടെ വെച്ച് വേണോ, തനും ത്യജതു, ശരീരം ഉപേക്ഷിക്കട്ടെ. ഇത് എടുത്തു പറയാൻ ഒരു കാര്യമുണ്ട്. കാശിയിൽ വെച്ച് ശരീരം ഉപേക്ഷിച്ചാൽ ശിവൻ വന്ന് ചെവിയിൽ താരകമന്ത്രം ഓതുമെന്നും മുക്തി ലഭിക്കുമെന്നും ഒരു കേൾവിയുണ്ട്. അതുകൊണ്ട് മരണത്തിന് വേണ്ടി മാത്രം കാശിയിലേക്ക് പോകുന്നവർ ഏറെ പേരുണ്ട്. പക്ഷെ ഒരു ജ്ഞാനിയെ സംബന്ധിച്ച്, ജ്ഞാനി എവിടെ വെച്ചോ ശരീരം ഉപേക്ഷിക്കട്ടെ. ഗച്ഛൻ തിഷ്ഠൻ ഉപവിശൻ ശയാനോവാൻ യഥാഭിവാ യഥേച്ഛയാ വസേ വിദ്വാൻ ആത്മാരാമ സദാ മുനി. അവൻ ഇരിക്കട്ടെ, പോകട്ടെ, കിടക്കട്ടെ, എന്തും ചെയ്യട്ടെ, എവിടെ എങ്ങനെ വസിച്ചാലും യഥേച്ഛയാ വസേ വിദ്വാൻ ആത്മാരാമ സദാ മുനി. മുനിക്ക് വ്യാമോഹമില്ല. മുനിർന്ന വ്യാമോഹം ഭജതി. ജീവൻ മുക്താനന്ദ ലഹരിയിൽ ആവർത്തിച്ച് പറയുകയാണ്, മുനിർന്ന വ്യാമോഹം ഭജതി. അങ്ങനെയുള്ള മുനി എവിടെ എങ്ങനെ പോയാലും തന്റെ ശരീരം കൊഴിഞ്ഞു വീഴുന്നത് മറ്റൊരു വൃക്ഷം കൊഴിഞ്ഞു വീഴുന്നത് പോലെ നോക്കിക്കാണും. സ്വന്തം ശരീരത്തെ മറ്റ് വൃക്ഷത്തെ കാണുന്നത് പോലെയാണ് കാണുന്നത്. കേവലം നിഴൽ മാത്രമായി, ചിത്ര സമാനമായി, യാതൊന്നും കാക്ഷിക്കാതെ. അവിടെ പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കുന്നില്ല. കുട ഉടഞ്ഞെന്ന് വിചാരിച്ച് ആകാശത്തിന് എന്തെങ്കിലും സംഭവിക്കുമോ? ആകാശം എപ്പോഴും എല്ലാം ഒരുപോലെ നിലനിൽക്കുന്നു. കുടത്തിനകത്തെ ആകാശവും പുറത്തെ ആകാശവും. ആകാശം കുടത്തിന്റെ ഓരോ ബിന്ദുവിലും നിറഞ്ഞു നിൽക്കുന്നു. കുട ഉടഞ്ഞു എന്ന് വിചാരിച്ച് ആകാശത്തിന് യാതൊരു മാറ്റവും സംഭവിക്കാത്തതുപോലെ ജ്ഞാനിക്ക് ശരീരത്യാഗം യാതൊരു വിധത്തിലും യാതൊന്നും തോന്നിപ്പിക്കുന്നില്ല എന്നല്ല, തോന്നലുകൾക്കെല്ലാം അതീതമായിരിക്കുന്ന ആ സത്യസ്വരൂപമാണ്. ജ്ഞാന സംപ്രാപ്തി സമയേ മുക്താസൗ വിഗതാശയ. യാതൊരു ആശയവുമില്ലാത്ത ആ മുനിയെ സംബന്ധിച്ച് ശരീരം എവിടെ എങ്ങനെ ഉപേക്ഷിച്ചാലെന്ത്? അതുകൊണ്ടാണ് അങ്ങനെയുള്ള ജ്ഞാനി ശരീരത്തിൽ ഇരിക്കവേ ജീവിക്കുന്നത് കൽപ്പനാരൂപങ്ങൾക്കായി അർത്ഥങ്ങൾ നൽകിയിടാതെ ശബ്ദത്തെ മാറ്റൂ ഹൃത്തിൻ തത്വത്തെ അറിഞ്ഞിടാ. നമ്മൾ കൽപ്പിച്ച് കാണുന്ന വസ്തുക്കളില് കൽപ്പന വരുന്ന രൂപങ്ങൾക്ക് അർത്ഥം കൊടുക്കാതിരുന്നാൽ മതി. അപ്പോൾ ഹൃത്തിന്റെ തത്വത്തെ അറിയാം.
അപ്പോൾ ഹൃദയത്തിന്റെ തത്വം നമുക്ക് ദർശിക്കാൻ കഴിയും. കൽപ്പന അസത്യമാണ്, കൽപ്പന തോന്നലാണ്, തോന്നൽ അയഥാർത്ഥമാണ്. തോന്നലിലാണ് നാം ഒക്കെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. കേവലം തോന്നലുകളിലും ആശയങ്ങളിലും ജീവിക്കുന്നവരോട് തത്വബോധ പ്രകരണം എന്ന മഹത്തായ ഗ്രന്ഥത്തിലൂടെ, പ്രവേശിക ഗ്രന്ഥത്തിലൂടെ ആചാര്യ ഭഗവത് പാദർ പറയുകയാണ്, മുക്തൻ എല്ലാ കർമ്മഫലങ്ങളിൽ നിന്നും എല്ലാ ആശയങ്ങളിൽ നിന്നും മോചിച്ചവനാണ്. അവന് യാതൊരുവിധ ആശയ ബന്ധനവും ഇല്ല. സർവബന്ധങ്ങളും ആശയത്താലാണ്. ആശയരഹിതനായ വിഗതാശയനായ ജ്ഞാനി എങ്ങനെ ശരീരം ഉപേക്ഷിച്ചാലും യാതൊന്നും സംഭവിക്കാത്തവനാണ്. അങ്ങനെയുള്ള ആ ജ്ഞാനി സർവ കർമ്മ മുക്തനാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ തത്വബോധ പ്രകരണം അവസാനിക്കുന്നത്. ഇതി തത്വബോധ പ്രകരണം സമാപ്തം. ഈ തത്വബോധ പ്രകരണം ഇവിടെ അവസാനിക്കുകയാണ്. 7 അധ്യായങ്ങളിലായി 7 പ്രകരണങ്ങളിൽ കൂടി ആചാര്യ ശ്രേഷ്ഠൻ നമുക്ക് സമ്മാനിച്ചത് മഹത്തായ ജ്ഞാനമാണ്. ഇനിയും ഇതിന്റെ പഠിതാക്കളായ ശ്രോതാക്കൾ ചെയ്യേണ്ടത് ഇതിന്റെ ഓഡിയോ ക്ലിപ്പും DTPയും നമുക്ക് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം. അത് ഹൃദിസ്ഥമാക്കണം, മനഃപ്പാഠമാക്കണം. കാരണം ഇതൊരു പ്രഥമ പ്രവേശിക ഗ്രന്ഥമാണ്. ഫൗണ്ടേഷൻ ശരിയായില്ല എങ്കിൽ ഒരു മണിമാളികയും പണിയുക സാധ്യമല്ല. വേദാന്ത ശാസ്ത്രത്തിന്റെ പ്രാരംഭ ഭാഗങ്ങളായതുകൊണ്ടാണ് ഇത്ര ദീർഘിപ്പിച്ച് നാം ഓരോ ക്ലാസ്സും എടുത്തത്. എന്തെങ്കിലുമൊക്കെ ശ്രവണം ചെയ്യുമ്പോൾ ഏതെങ്കിലുമൊക്കെ നമ്മളുടെ അന്ധക്കരണത്തിന്റെ വിമലീകരണത്തിന് വേണ്ടി പ്രയോജനീഭവിക്കുമല്ലോ എന്ന ശ്രദ്ധയാണ് ഇത്രയും ദിവസം നീട്ടിക്കൊണ്ടുപോയി ഈ ചെറിയൊരു ഗ്രന്ഥം എടുത്തതിന്റെ കാരണം. ഒരു വരിയിൽ ഇതിന്റെ അർത്ഥം പറഞ്ഞു പോകാമായിരുന്നു, ഗ്രന്ഥം എളുപ്പം തീർക്കാമായിരുന്നു. പക്ഷെ അങ്ങനെയൊന്നും തീർക്കാതെ കുറച്ച് സമയമെടുത്ത് നമ്മൾ ഈ ഗ്രന്ഥം ഇങ്ങനെ ശ്രവണം ചെയ്തത് ഇതിന്റെ അർത്ഥതലങ്ങൾ നമ്മളുടെ വാസനാ പ്രക്ഷാളനത്തിന് സഹായകരമായി ഭവിക്കുമെങ്കിൽ തന്നിമിത്തം തുടർന്നുള്ള ഗ്രന്ഥങ്ങൾ വളരെ ഗംഭീരമായി മനനം ചെയ്യുന്നതിനും ധ്യാനം ചെയ്യുന്നതിനും നമുക്ക് കരുത്തുണ്ടാകും. അതിന് ആചാര്യ ഭഗവത് പാദർ നമ്മെ അനുഗ്രഹിക്കും. അതുകൊണ്ട് ഈ തത്വബോധം എന്ന ഗ്രന്ഥം ഇതിന്റെ പഠിതാക്കൾ മനഃപ്പാഠമാക്കണം, ഹൃദിസ്ഥമാക്കണം, അർത്ഥം ഗ്രഹിക്കണം എന്നൊരു അപേക്ഷയുണ്ട്. ആചാര്യ ഭഗവത് പാദരുടെ അപേക്ഷയായി കരുതണം എന്നുകൂടി ഒരു അഭ്യർത്ഥനയുണ്ട്. ഞാനല്ല പറയുന്നത്. കാരണം ഇത് ഹൃദിസ്ഥമാക്കാൻ ശ്രമിച്ചാൽ നിങ്ങൾക്ക് വേദാന്ത ശാസ്ത്രത്തിന്റെ ഒരു 90% മനസ്സിലായി കഴിയും. പിന്നെ വേദാന്തം വെറുതെ ശ്രവണം ചെയ്തുകൊണ്ടിരുന്നാൽ മതി. 90% നിങ്ങളുടെ സംശയം പൂർണ്ണമായി മാറും. ഈ ഗ്രന്ഥം വീണ്ടും വീണ്ടും ശ്രവണം ചെയ്ത് നമുക്ക് ആ പരമമായ ജ്ഞാന തത്വരസ അനുഭൂതിയിലേക്ക് അഭേദമായി ചേരാം. അതിനു വേണ്ടിയിട്ട് ഇതിന്റെ ആദിശങ്കര ഇന്റർനാഷണൽ ഫൗണ്ടേഷൻ നടത്തുന്ന എല്ലാ പ്രവർത്തനങ്ങളും ശ്രീശങ്കര ഭഗവത് പാദരുടെ അനുഗ്രഹ കടാക്ഷത്താൽ നടക്കുന്നതാണ്. ആചാര്യ ഭഗവത് പാദരാൽ നിയോഗിക്കപ്പെട്ടവരാണ് ഇതിന്റെ ഭാരവാഹികൾ. ആചാര്യ ശ്രേഷ്ഠന്റെ അനുഗ്രഹ കടാക്ഷത്താൽ ശ്രവണം ചെയ്യുന്നവരാണ് ഇതിന്റെ മനന ധ്യാനാദികൾ നിർവഹിക്കുന്നവർ. എന്തായാലും ഇതിനൊന്നും യാതൊരു സംശയവുമില്ല. പ്രാരബ്ധത്തെയും ആഗാമിയെയും സഞ്ചിതത്തെയും ഒക്കെ ഇത്ര കൃത്യമായി ആചാര്യൻ പറഞ്ഞിരിക്കുന്നത് കൊണ്ട് കൂടുതലായിട്ടൊന്നും നമുക്ക് പറയേണ്ടതില്ല. അടുത്ത ഒരു ക്ലാസ്സിൽ ഇതിന്റെ ഒരു ചെറിയ റിവിഷൻ പോലെ നടത്തിയതിനു ശേഷം ആ 1 മാസം കൊണ്ട് നിങ്ങൾ ഇതിന്റെ ഓരോ പ്രകരണ ഭാഗങ്ങളും ഹൃദിസ്ഥമാക്കാൻ ശ്രമിക്കുക. ഹൃദിസ്ഥമാക്കിയില്ല എങ്കിൽ പോലും ആവർത്തിച്ച് പലവരു വായിക്കുക. പലവരു വായിച്ചതിന്റെ അർത്ഥ സാരം ഉള്ളിൽ ഗ്രഹിക്കുന്നതിനും തദ്വാര നമുക്ക് ആ ആവർത്തനം കൂടുതൽ പ്രയോജനപ്പെടുത്തുന്നതിനും കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇത്രയും നീണ്ട
സമയം, നീണ്ട സമയം എന്ന് പറഞ്ഞത് ഇത്രയും ക്ലാസ്സുകൾ ശ്രദ്ധയോടുകൂടി ശ്രവണം ചെയ്തത് ആചാര്യന്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ്. ഇങ്ങനെ നിങ്ങളോടൊപ്പം ഹൃദയ സംവാദം നടത്താൻ കഴിഞ്ഞത് സത്യസ്വരൂപനായിരിക്കുന്ന ശ്രീശങ്കര ഭഗവത് പാദരുടെ അനുഗ്രഹ കടാക്ഷത്താൽ, പൂർണ്ണാനുഭൂതി സ്വരൂപനായിരിക്കുന്ന ബ്രഹ്മസ്വരൂപമായിരിക്കുന്ന എന്റെ ഗുരുനാഥൻ ബ്രഹ്മശ്രീ ശാന്താനന്ദഗിരി സ്വാമിജിയുടെ അനുഗ്രഹത്താൽ മാത്രമാണ്. ഇത്രയും നാൾ നടത്തിയ ഈ ഹൃദയ സംവാദത്തിലൂടെ ഇതിന്റെ ശ്രോതാക്കൾക്ക് മുഴുവൻ വേദാന്തത്തിന്റെ സോപാനം സുഗമമായി കടന്നു പോകുന്നതിന് കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട്, എല്ലാവിധ നന്മകളും ശ്രേയസിന്റെ പന്ഥാവിൽ ലഭ്യമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, ശ്രീശങ്കര ഭഗവത് പാദർ ഹൃദയ കുഹരത്തിൽ തേജസ്വരൂപനായി വിരാജിച്ചുകൊണ്ട് അനുഗ്രഹം അരുളുന്നു എന്ന് ശ്രദ്ധിക്കാൻ ഏവർക്കും കഴിയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് തത്കാലം നമുക്ക് വാ യജ്ഞേന കൽപ്പതാ ഹരി ഓം. നമസ്തേ ജി മാതാജി. നമസ്തേ. ഇനിയും ആർക്കെങ്കിലും ഈ പറഞ്ഞ ഇന്നത്തെ പ്രഭാഷണത്തെ കുറിച്ച്, നമുക്ക് തന്ന വേദാന്ത സാരത്തെ കുറിച്ച് സംശയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാനുള്ള ഒരു സമയമാണ്. മാതാജി, ഞാൻ എന്റെ സംശയം ശ്ലോകങ്ങളെല്ലാം ഒന്ന് നമുക്ക് ഷെയർ ചെയ്താൽ നല്ലതായിരുന്നു. ഷെയർ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട് ദേവി. തീർച്ചയായിട്ടും ഷെയർ ചെയ്യാം. ആദ്യത്തെ നമുക്ക് ഗ്രന്ഥമില്ലാത്തോണ്ട് നമുക്ക് ബുക്ക് എഴുതി മാതാജി ഇട്ടിട്ടുണ്ടായിരുന്നു നേരത്തെ. ആദ്യം ഒന്ന് രണ്ടെണ്ണം ഉണ്ടായിരുന്നു. ഒന്നുകൂടി ഷെയർ ചെയ്യാം. നന്നായി. ഷെയറും ചെയ്യാം. ജയശങ്കര നമസ്കാരം മാതാജി. നമസ്കാരം ജയകൃഷ്ണൻജി. തത്വബോധത്തെ കുറിച്ച് മാതാജി നമുക്ക് എങ്ങനെ പറഞ്ഞു തന്നു എന്ന് അവസാനം ഞാൻ പറയണം എന്ന് ആഗ്രഹിച്ച വാക്കുകളൊക്കെ മാതാജി തന്നെ അവസാനം കൺക്ലൂഷനിൽ പറഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും മനോഹരമേ. അപ്പൊ വളരെ മനോഹരമായിട്ട് ഇത്രയും ഗഹനമായ ജഗദ്ഗുരു ആദിശങ്കരാചാര്യ സ്വാമികൾ പറഞ്ഞു തന്നിരിക്കുന്ന അദ്വൈത സിദ്ധാന്തത്തെ വളരെ പ്രയാസപ്പെട്ടതാണ് ഇത് മനസ്സിലാക്കുവാൻ. പക്ഷേ ഇതിനെ വളരെ സരളമായിട്ട് മൂഢന്മാരായ നമ്മൾക്ക് മനസ്സിലാക്കുന്ന രീതിയിൽ മാതാജി പറഞ്ഞു തന്നു എന്ന് തീർച്ചയായിട്ടും എടുത്തു പറയേണ്ട ഒന്നാണ്. അപ്പോൾ സാധാരണക്കാരന് പെട്ടെന്ന് ശ്രവിക്കുമ്പോൾ മനസ്സിലാകുന്നതല്ലല്ലോ ഈ അപരോക്ഷാനുഭൂതിയൊക്കെ. അതെല്ലാം തന്നെ വളരെ ഭംഗിയായിട്ട് നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ, അതേപോലെ തന്നെ ഇന്നിപ്പോൾ അപരോക്ഷാനുഭൂതിയെക്കുറിച്ച് പറഞ്ഞു, അതേപോലെ തന്നെ ഭജഗോവിന്ദത്തിലെ ഭഗവത് പാദരുടെ വാക്കുകളെക്കുറിച്ചുമൊക്കെ മാതാജി വളരെ മനോഹരമായിട്ട് ഇന്ന് പറഞ്ഞു. അപ്പോൾ ഭംഗിയായി. തീർച്ചയായിട്ടും ഒരു റിവിഷൻ വളരെ അനിവാര്യമാണ്. ക്ലാസ്സുകളെല്ലാം തന്നെ നമ്മൾ ശ്രവിച്ചു. പിന്നെ മറക്കുന്ന സ്വഭാവം ഇല്ലെങ്കിൽ മറക്കാൻ ശ്രമിക്കുന്ന സ്വഭാവം നമുക്ക് കൂടുതലായതുകൊണ്ട് ഇത് പലതവണ ആവർത്തിച്ച് കേട്ട് വിചിന്തനം ചെയ്തെങ്കിൽ മാത്രമേ പറ്റുള്ളൂ എന്ന് മാതാജി പറഞ്ഞതിനോട് ഞാൻ ശിരസാ വഹിക്കുന്നു. അപ്പോൾ അത് വീണ്ടും വേണം. ഏതായാലും ജഗദ്ഗുരു ആദിശങ്കരാചാര്യ സ്വാമികളുടെ അദ്വൈത സിദ്ധാന്തത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കൃതികളിലൊന്നായ ഇതിനെ അതിമനോഹരമായിട്ട് നമുക്ക് പറഞ്ഞു തന്നു. തീർച്ചയായിട്ടും നമ്മൾ കൃതാർത്ഥരാണ്. നമ്മുടെ ഗുരുനാഥയോട് നമ്മളുടെ ഏവരുടെയും സ്നേഹവും എന്താണ് പറയേണ്ട വാക്കുകൾക്ക് അതീതമായിട്ട് നമ്മളെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമസ്കരിക്കുവാൻ മാത്രമേ ഒക്കുള്ളൂ. ജയശങ്കര. ജയശങ്കര ജയശങ്കര ജയശങ്കര. നമസ്കാരം. ഏറെ നാളുകളായിട്ട് നമ്മൾ ശ്രവിച്ചുകൊണ്ടും പഠിച്ചുകൊണ്ടും ഇരിക്കുന്ന ഈ വേദവിചാരം തീർച്ചയായിട്ടും നമ്മുടെ മനസ്സിൽ അത് നിറഞ്ഞു നിൽക്കും. ആ ഒരു അനുഗ്രഹം എന്നും ഉണ്ടാവും എന്ന് തന്നെ ഞാൻ മനസ്സിൽ ഉറപ്പിക്കുകയാണ്. ഒരുപക്ഷെ പൂർണ്ണമായും ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ തീർച്ചയായിട്ടും അത് ശരിയാണെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. എങ്കിൽ പോലും ഓരോ ദിവസവും കേൾക്കുന്ന ഓരോ ക്ലാസ്സുകളും തീർച്ചയായിട്ടും മനസ്സിനെ കൂടുതൽ അടുപ്പിച്ചുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. എന്നാലും മാക്സിമം അത് ഉൾക്കൊള്ളാൻ ശ്രമിക്കാറുണ്ട്.
അത് തീർച്ചയായിട്ടും മനസ്സിലാക്കി എടുക്കാൻ ശ്രമിക്കാറുണ്ട്. കാരണം എന്താ വെച്ചാൽ വളരെ ലളിതമായി തന്നെ പറഞ്ഞ് പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അത് ഉൾക്കൊള്ളാൻ നമുക്ക് കഴിയുന്നുണ്ട്. പിന്നെ നമുക്കറിയാം എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് ചിലപ്പോൾ നമുക്ക് മനസ്സിലാക്കി എടുക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട്. എങ്കിൽ പോലും വളരെ നല്ല ക്ലാസ്സുകളായിരുന്നു ഇതുവരെയും സ്വാമിനെ കൈകാര്യം ചെയ്ത് നമുക്ക് പ്രദാനം ചെയ്ത് തന്നിരുന്നത് എന്ന് യാതൊരു വീഴ്ചയുമില്ലാതെ തന്നെ പറയാൻ കഴിയും എന്ന് ഞാൻ ഉറപ്പിച്ചു പറയട്ടെ. ആദിശങ്കര ഇന്റർനാഷണൽ ഫൗണ്ടേഷൻ ഓരോ ദിവസവും ഓരോ പരിപാടികൾ, അതായത് പ്രഭാഷണ പരിപാടികൾ, സംസ്കൃത പരിപാടി, ഇങ്ങനെ പല പരിപാടികളും നടത്തുന്നുണ്ട്. തീർച്ചയായിട്ടും അത് ശ്രവിക്കാനും അതിൽ പങ്കെടുക്കാനും ഒക്കെ ആയിട്ട് ഒരുപാട് പേര് വരുന്നുമുണ്ട്. ഇപ്പൊ ഇന്ന് തന്നെ ഇത് ഈ ഒരു 3 മണിക്കൂറിനിടയ്ക്ക് 3ാമത്തെ പരിപാടിയാണ്. നമുക്ക് ആദ്യം രാമായണ കാറ്റായിരുന്നു, പിന്നീട് സംസ്കൃത പരിപാടിയായിരുന്നു, അത് കഴിഞ്ഞ് ഇപ്പൊ സ്വാമിനിയുടെ പരിപാടികളിലേക്ക് ഞങ്ങൾ കടന്നു. തീർച്ചയായിട്ടും ഇതെല്ലാം നമുക്കൊരു അനുഗ്രഹമായിട്ട് തന്നെയാണ് നമുക്ക് തോന്നുന്നത്. കാരണം നമുക്കത്, ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളത് ഒരു പരിപാടി അവതരിപ്പിക്കുന്നു, ആ പരിപാടിക്ക് പൂർണ്ണമായും നമുക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങളും അതുപോലെ തന്നെ ഓരോ കാര്യങ്ങളും പറഞ്ഞു തന്ന് പഠിപ്പിച്ച് ഇതുപോലുള്ള നമുക്ക് ഗുരുനാഥന്മാര് മുന്നിൽ വരുമ്പോൾ തീർച്ചയായിട്ടും അവരുടെ അനുഗ്രഹം സംഘാടകർ എന്നുള്ള രീതിയിൽ പറയട്ടെ, ഇതിൽ പങ്കെടുക്കുന്ന ഈ ആദിശങ്കര കുടുംബാംഗങ്ങൾക്കെല്ലാം സിദ്ധിക്കുന്നുണ്ട് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഹൃദയത്തിന്റെ ഭാഷയിൽ സ്വാമിനിയോട് നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. ജയശങ്കര. ജയശങ്കര, ജയശങ്കര ശ്രീശങ്കര. എനിക്കും അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെയാണ് പറയാൻ തോന്നുന്നത്. എല്ലാവൊന്നും നമുക്ക് പെട്ടെന്ന് ഗ്രഹിക്കാനുള്ള കഴിവുള്ള ആളല്ല ഞാനും. പക്ഷെ ഇത് കേൾക്കാനും കേട്ടുകൊണ്ടിരിക്കുമ്പോഴുള്ള ആനന്ദവും, ഇപ്പൊ ഞങ്ങളുടെ ഗുരുജി ഇപ്പം ഭജഗോവിന്ദത്തിന്റെ ക്ലാസ് വളരെ ഭംഗിയായിട്ട് എടുത്തോണ്ടിരിക്കുകയാണ്. അത് വളരെ നല്ല രീതിയിലുള്ള ശ്രവം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ശ്രവിച്ച് ശരിക്കും പറഞ്ഞാൽ അതിന്റെ അർത്ഥമൊക്കെ നമുക്ക് അദ്ദേഹം നല്ല രീതിയിൽ അത് മനസ്സിലാക്കി തരുന്നുണ്ട്. ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ. നല്ല രീതിയിൽ പറഞ്ഞ പോലെ നളിനി ജലഗത ജലമതി തരളം തത്വജീവിതം അതിശയ ചാപലം എനിക്ക് മുഴുവൻ അറിയാൻ വയ്യ. ലോകം ശോകരം ച സമസ്തം ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢ. കേട്ടോ, സരസ്വതി അപ്പോൾ ഇപ്പൊ പറയുമ്പോഴേ സത്യത്തിൽ ഇപ്പോ ഇതുകൂടെ ചൊല്ലിയപ്പോ നമുക്കിപ്പോ സ്വാമി ദേവി നമുക്ക് മാതാജി നമുക്കിപ്പോ പറഞ്ഞു തന്നു അപരോക്ഷാനുഭൂതി. അത് തന്നെയാ മനസ്സിൽ വരുന്നത്. ശ്രീഹരിം പരമാനന്ദം ഉപദേഷ്ടാരം ഈശ്വരം എന്നാണ് ആദ്യത്തെ അദ്ദേഹത്തിന്റെ അപരോക്ഷാനുഭൂതിയുടെ ആദ്യത്തെ വരി തന്നെ. ശ്രീഹരിം പരമാനന്ദം. വാക്യവൃത്തിയിൽ പറയുന്നു വിമലബോധധനം നമാമി, അല്ലേ? സത്യസ്ഥിതി പ്രേഹേതുരചിന്യ ശക്തി. അപ്പം ഒരു എന്താ പറയേണ്ടത്, സത്യത്തില് ഒരു ആത്മീയത അല്ലെങ്കിൽ അദ്വൈതത്തിലേക്കൊരു ഓളം നമ്മളിൽ തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളൊരു വളരെ ഏതായാലും ഇങ്ങനെയുള്ള തീർച്ചയായിട്ടും. അപ്പൊ എത്രമാത്രം ഉൾക്കൊണ്ടു എന്നുള്ളതല്ല, സുരേഷ് ഏട്ടൻ പറഞ്ഞതുപോലെ വീണ്ടും വീണ്ടും കേൾക്കുവാനായിട്ടുള്ള ഒരു താല്പര്യം വരുന്നുണ്ട്. അപ്പൊ ഈ സാധനയിലൂടെ നമ്മൾ ചിലപ്പോ അല്ല, ജയകൃഷ്ണൻജി വളരെ ഗംഭീരായിട്ടുണ്ട്, ക്ലാസ് ഗംഭീരായിട്ട് നടക്കുന്നുണ്ട്. നല്ല രീതിയിൽ ഇതിന്റെ പഠിതാക്കൾക്ക് എല്ലാം നല്ല വേദാന്ത ജ്ഞാനം ആചാര്യ ഭഗവത് പാദര് പ്രദാനം ചെയ്യും. അതിന് യാതൊരു സംശയമില്ല. അത് ഭജഗോവിന്ദവും ഇതിന്റെ ആ വേദാന്തം നമുക്ക് അപ്രാപ്യമാണ്. നമുക്ക് പ്രാവർത്തികമാക്കാൻ
ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എന്നുള്ളത് ഒരു തെറ്റായ ധാരണയാണ്. അങ്ങനെ നമുക്ക് പലപ്പോഴും തോന്നും. കാരണം ഒരു ഗുരു എന്താണ് ചെയ്തുകൊണ്ടിരുന്നത് ആത്മജ്ഞാനത്തിന് മുമ്പ് എന്ന് ചോദിച്ചപ്പോൾ ഗുരു പറഞ്ഞു, ഞാൻ ആത്മജ്ഞാനം സിദ്ധിക്കുന്നതിന് മുമ്പ് ഞാന് വെള്ളം കോരുകയും വിറക് വെട്ടുകയും ഒക്കെ ചെയ്യുമായിരുന്നു. ആത്മജ്ഞാനം സിദ്ധിച്ചതിന് ശേഷം എന്താണ് ചെയ്യുന്നത്? ഇപ്പോഴും വെള്ളം കോരുന്നു, വിറക് കീറുന്നു. എന്ന് പറഞ്ഞാല് അവിടെ കർമ്മങ്ങള് യാതൊരു തരത്തിലും മാറ്റം വരുത്തുന്നില്ല. എന്ത് ചെയ്യുന്നു എന്നുള്ളതല്ല കാര്യം. നമ്മളുടെ ഉള്ളിന്റെ വീക്ഷണഗതി മാറുന്നു. ഒന്ന് അജ്ഞാനത്താൽ ചെയ്യുന്നു, ഒന്ന് ജ്ഞാനത്താൽ ചെയ്യുന്നു. അവിടെ ജ്ഞാനത്തില് അതുകൊണ്ട് യാതൊരു തരത്തിലും എനിക്ക് കഴിയുമോ എനിക്ക് കഴിയില്ലയോ, അല്ലെങ്കിൽ ഞങ്ങൾക്ക് പറ്റില്ല, ഗൃഹസ്ഥാശ്രമത്തിൽ പറ്റില്ല എന്നില്ല. രാജർഷിമാരുണ്ടായിരുന്നു, ബ്രഹ്മനിഷ്ഠൻ അംബരീഷന്റെ ഉണ്ടായിരുന്നു. നമ്മൾ എപ്പോഴും ജനകനെയാണ് പറയുന്നതെങ്കിൽ തന്നെ എത്രയോ രാജർഷിമാരുണ്ടായിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് രാജ്യം ഭരിക്കുന്നവർക്ക് കഴിയും, അതുകൊണ്ട് നമ്മളെപ്പോലുള്ളവർക്കും തീർച്ചയായിട്ടും കഴിയും. പ്രത്യേകിച്ചും ജയകൃഷ്ണൻജിയൊക്കെ നല്ല ഗംഭീരമായ ഹൃദയ വിശുദ്ധിയും പ്രയത്നവും ശ്രദ്ധയും എല്ലാം ഉള്ളവരാണ്. അതുപോലെ ഒരു മാതാവിന്റെ പുത്രനാണ്. നോട്ട് ഓൺലി ജയകൃഷ്ണൻജി, ഇതിൽ സാന്നിധ്യം ചെയ്തിരിക്കുന്ന എല്ലാവരും. സരസ്വതി ചേച്ചി നല്ല ഗംഭീരമായി സന്തോഷം, ഹൃദയത്തിന്റെ വിശുദ്ധിയാണ് ആ ഭജഗോവിന്ദമൊക്കെ ചൊല്ലിയത്. നന്നായി, സന്തോഷം. ജയശങ്കര. ജയശങ്കര ജയശങ്കര. നമസ്തേ. ഇനി ആരെങ്കിലും സംസാരിക്കാനുണ്ടോ? നമസ്തേ. ഹരിയോ മാതാജി. നമ്മുടെ തത്വപ്രകരണം ശങ്കരാചാര്യ സ്വാമികളുടെ ബാലപാഠമാണിത്. ഇത് പഠിച്ചാൽ നിങ്ങൾക്ക് ഒരു ക്ലാസ് കയറ്റം കിട്ടും എന്ന് പറഞ്ഞു തുടങ്ങിയതാണ്. അപ്പൊ ആദ്യം സാധന ചതുഷ്ടയം ഒക്കെ പഠിച്ചപ്പോൾ മാതാജി പറഞ്ഞു തന്നപ്പോൾ നമുക്ക് അതിനൊപ്പം പോകാൻ സമാധി, ഷഡ്കസമ്പത്തി, അതൊക്കെ ഇപ്പൊ ഇവിടെ പറഞ്ഞവരൊക്കെ പറഞ്ഞ പോലെ തന്നെ അതൊക്കെ തുടക്കത്തിലായിരുന്നുകൊണ്ട് അതൊക്കെ നമുക്ക് കുറച്ചൊക്കെ മനസ്സിലാകുമായിരുന്നു. ഇപ്പൊ ഈ അപരോക്ഷാനുഭൂതിയൊക്കെ എത്തിയപ്പോഴത്തേക്ക് നമുക്ക് ആ ലെവലിലേക്ക് എത്താനേ പറ്റുന്നില്ല. പക്ഷെങ്കിൽ എൻ്റെ മനസ്സിൽ എനിക്ക് തോന്നുന്നത് ആദ്യമൊക്കെ പറഞ്ഞു തന്നത് നമ്മുടെ നിത്യജീവിതത്തിൽ പകർത്താൻ നമുക്കൊരു പ്രേരണയായിട്ടുണ്ട്. ആദ്യത്തെ ക്ലാസ്സുകളൊക്കെ തന്നെ നമുക്ക് നന്നായിട്ട് മനസ്സിലാവുമായിരുന്നു. ആ ഒരു തലത്തിലേക്ക് നമ്മുടെ മനസ്സിനെ ഉയർത്തി തുടർച്ചയായ പഠനം കൊണ്ട്, തുടർച്ചയായ അഭ്യാസം കൊണ്ടേ പറ്റത്തുള്ളൂ എന്നുള്ളത് ഇപ്പം മനസ്സിലായി വരുന്നുണ്ട് മാതാജി. ഇനി ഇത് റിവിഷൻ എടുക്കാമെന്ന് പറഞ്ഞത് ഞങ്ങൾക്ക് എല്ലാവർക്കും വളരെ ഉപകാരമായി. ഒരു പ്രാവശ്യം കൂടെ, ഒരു പ്രാവശ്യം എന്നല്ല പല പ്രാവശ്യം കേട്ടാൽ തന്നെ നമ്മുടെ നിത്യജീവിതത്തിൽ കുറച്ചെങ്കിലും പകർത്താൻ പറ്റിയാൽ അത് വളരെ ഒരു ഭാഗ്യമായി. ഈ സഞ്ചിത കർമ്മങ്ങളും പ്രാരബ്ധ കർമ്മങ്ങളും ഒക്കെ വിട്ടൊഴിഞ്ഞ് എന്ന് ആ മോക്ഷം എന്നുള്ള പദത്തിലേക്ക് നമുക്ക് എത്താൻ പറ്റുമെന്നുള്ളതാണ് ഈ ഞങ്ങളിവിടെ എല്ലാവരുടെയും ആഗ്രഹം. ഇപ്പൊ തന്നെ സഞ്ചിത കർമ്മങ്ങൾ ധാരാളം ഉള്ളതുകൊണ്ടാണല്ലോ അനേക കോടി ജന്മങ്ങളിലെ സഞ്ചിത കർമ്മമെന്ന് മാതാജി പറഞ്ഞപ്പോൾ ഭയന്നുപോയി ശരിക്ക്. ഇനി എന്തൊക്കെ അനുഭവിക്കാനിരിക്കുന്നു. പക്ഷേ മാതാജി അതിൻ്റെ കൂടെ ഒരു വാക്ക് പറഞ്ഞു, ഇതൊക്കെ നിഷ്പ്രയാസം ഈ സഞ്ചിത കർമ്മങ്ങളെ ഇല്ലാതാക്കാനൊക്കും. അതിനുള്ള ഒരു മാർഗമായിരുന്നു നമ്മുടെ ഈ കഴിഞ്ഞ തുടക്കം മുതൽ സാധനാ ചതുഷ്ടയം മുതലുള്ള ഈ ക്ലാസ്സുകൾ. ഇത്രയും ഞങ്ങൾക്ക് ഞങ്ങളുടെ നിത്യജീവിതത്തിന് ഉപകരിക്കുന്ന, മാതാജി പറഞ്ഞ പോലെ പല കാര്യത്തിനും നമ്മൾ സമയം കളയുന്നു, വെറുതെ ഒരു പ്രയോജനവുമില്ലാത്ത കാര്യത്തിന്. പ്രയോജനമുള്ള, ജീവന്റെ പ്രയോജനമുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ മാതാജിയുടെ ഈ ഉപദേശവും ഈ അനുഗ്രഹവും ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവും എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. ഇനിയും ഈ ക്ലാസ്സുകൾ തുടർന്നു പോവാൻ മാതാജി അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വാക്കുകൾ മാതാജിയുടെ പാദങ്ങളിൽ പുഷ്പങ്ങളായി സമർപ്പിച്ചുകൊണ്ട് സംഘടനയ്ക്ക് വേണ്ടി, ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി മാതാജിയോടുള്ള ഞങ്ങളുടെ അഗൈതവുമായ നന്ദി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. നമസ്തേ ഉഷാജി. ഏതായാലും ഈ ദിഗ്വിജയത്തിന്റെ ഒരു കുറച്ച് ക്ലാസ്സുകൾ മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ കേട്ടോ. ഇതൊരു തുടക്കമാണ്. അശ്വമേധത്തിന്റെ ആദ്യത്തെ ഒരു ഇന്നിങ്സ് തുടങ്ങിയിട്ടേ ഉള്ളൂ എന്നുള്ള പ്രതീക്ഷയാണ്. കൺക്ലൂഡ് ചെയ്യണ്ട. അപ്പൊ നമ്മുടെ ഒരു സ്റ്റേറ്റ്മെന്റിൽ ഇത് തുടക്കം മാത്രമേ ആയിട്ടുള്ളൂ. മാതാജി അങ്ങനെയല്ലേ? മാതാജി ആദ്യം
ആ ഇത് തുടങ്ങിയപ്പോഴേ പറഞ്ഞായിരുന്നു, ഇത് ബാലപാഠമാണെന്ന് പറഞ്ഞായിരുന്നു. അങ്ങനെ നമ്മൾക്ക് ഇങ്ങനെ പ്രോഗ്രസ് ചെയ്തുകൊണ്ടേ ഇരിക്കാം. ഇനി ഇങ്ങനെ തീർച്ചയായും. അനവധി ശങ്കരാചാര്യ സ്വാമികളുടെ പ്രകരണ ഗ്രന്ഥങ്ങളൊക്കെ ഉണ്ടല്ലോ. അദ്ദേഹം ഏതായാലും ഇഷ്ടം പോലെ എഴുതിയിട്ടുമുണ്ട്. അതെ. അപ്പൊ അതെല്ലാം നമുക്ക് ഭംഗിയായിട്ട് പഠിച്ചു പോകാം. അപ്പൊ ഈ അത് പറഞ്ഞ പോലെ മാത്രമല്ല, അതുപോലെ മാതാജിയെ പോലുള്ളവർ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമുക്കും ഒരു ധൈര്യമാണ്. തീർച്ചയായിട്ടും. അതെ അതെ ഇപ്പോൾ പറഞ്ഞതുപോലെ ഈ സഞ്ചിത കർമ്മങ്ങളിലും പുണ്യകർമ്മങ്ങൾ ഉണ്ടായത് കൊണ്ടും കൂടി ആവണം നമ്മളിപ്പോ ഇങ്ങനെ ഒരു സംസർഗവും, അല്ലേ? തീർച്ചയായിട്ടും. തീർച്ചയായിട്ടും. ഈ ഇടയ്ക്കിടയ്ക്കുള്ള ഈ ശങ്കരാചാര്യ സ്വാമികളുടെ ഇടയ്ക്കിടയ്ക്കുള്ള മൂടാന്നുള്ള വിളി നമ്മളെ ഒന്ന് ഉണർത്തുന്നുണ്ട്. അതെ അതെ അല്ലേ? ശരിക്കും പറഞ്ഞാല് അദ്ദേഹം വളരെ കണക്കൂട്ടി എഴുതി വെച്ചിരിക്കുന്ന കാര്യങ്ങളാ. എല്ലാവരും ആനന്ദം കണ്ടെത്താൻ തുടങ്ങി, അത് തന്നെ ഭാഗ്യം. അല്ല, വളരെ സന്തോഷം മാതാജി. കാരണം ഞാനും ഒരു 2 വാക്ക് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഇപ്പൊ ജയേട്ടൻ പറഞ്ഞതിൽ നിന്ന് തുടങ്ങാം. നമ്മുടെ ആദിശങ്കര ഇന്റർനാഷണൽ ഫൗണ്ടേഷൻ കഴിഞ്ഞ 4 വർഷമായി വിവിധ പരിപാടികൾ നടത്തി വരുന്നുണ്ട്. ഇപ്പൊ അദ്വൈത ലഹരി എന്നുള്ള പരിപാടി, വേദങ്ങളെക്കുറിച്ചും വേദാംഗങ്ങളെക്കുറിച്ചും ഉപനിഷത്തുകളെക്കുറിച്ചൊക്കെ പ്രതിപാദിക്കുന്ന പരിപാടി ഡോക്ടർ വിശ്വനാഥ് സാറിന്റെ 41ാമത്തെ ക്ലാസ് ആണ് കഴിഞ്ഞിരിക്കുന്നത്. അതായത് 3 വർഷത്തിലേറെയായി അദ്ദേഹം ആ ക്ലാസ് നിരന്തരം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ചിലപ്പോൾ 10 പേരെ ഉണ്ടാവുള്ളൂ, ചിലപ്പോൾ 30 പേരുണ്ടാവും, ചിലപ്പോൾ 50 പേരുണ്ടാവും. പക്ഷെ ആ ക്ലാസ്സിന് ഇതുവരെ ഒരു മുടക്കം വന്നിട്ടില്ല. അതേപോലെ തന്നെയാണ് അഹം ബ്രഹ്മാസ്മി എന്ന ജയേട്ടൻ തന്നെ തുടങ്ങി വെച്ച പരിപാടി. അത് സൗന്ദര്യ ലഹരി. ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ആ ഒരു സൗന്ദര്യം, ദേവിയുടെ ആ സൗന്ദര്യം ഇപ്പോഴാണ് ആസ്വദിക്കുന്നത്. ഞങ്ങൾ ഇപ്പൊ ദിനം പ്രതി അത് ഞങ്ങൾ ജപിക്കുന്നുണ്ടെന്നുള്ളതാണ് അതിന്റെ ഒരു മഹത്വം എന്ന് പറയുന്നത്. അത് തുടങ്ങിയതിൽ തന്നെ ഒരു പ്രത്യേകത ഞങ്ങളുടെയൊക്കെ ലൈഫിൽ എനിക്ക് തോന്നുന്നു അതിൽ പങ്കെടുത്തിട്ടുള്ള എല്ലാവരും അത് അനുഭവിച്ചറിയുന്നുണ്ടാവും. ഈ 100 ശ്ലോകങ്ങൾ പഠിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ തന്നെ ഒരു 14 ശ്ലോകങ്ങളോളം പഠിച്ചു കഴിഞ്ഞു. അത് ഡെയിലി അത് ജപിക്കാൻ ആഗ്രഹം തോന്നുന്നുണ്ട്. അത് തന്നെയാണ് വലിയൊരു മഹത്വം. അതേപോലെയാണ് ഇപ്പൊ അതിന്റെ തുടർച്ചയായിട്ടാണ് ഇപ്പൊ ഭജഗോവിന്ദം. ഇപ്പം സരസ്വതി ഏട്ടത്തി പറഞ്ഞ പോലെ ഹരിയെ ഭജിക്കാത്തവർ മൂഢന്മാര് തന്നെയാണ് എന്നുള്ളൊരു ചിന്താഗതിയാണ് എനിക്കും ഉള്ളത്. കാരണം ഇത്രയൊക്കെ ഭഗവാൻ നമുക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു സംസ്കാരം നമ്മളെ എന്തൊക്കെ പറയുന്നു, എന്തൊക്കെ വേദാംഗങ്ങൾ ഇതെല്ലാം ഉണ്ടായിട്ട് കൂടി നിങ്ങൾക്ക് ഹരിയെ ഭജിക്കുവാൻ സാധിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ മൂഢന്മാർ തന്നെയാണ്. അപ്പൊ നമുക്ക് അതിനോടൊക്കെ ഒരു പ്രതിപത്തി കൂടുതൽ. ഇപ്പൊ ഞങ്ങൾക്കാണെങ്കിൽ ഇന്ന് തന്നെ 3 പരിപാടി 6 മണിക്ക് ഇരുന്നതാണ്, 5:30 ഇരുന്നതാണ്, ഇതുവരെ ഇവിടെ നിന്ന് അനങ്ങിയിട്ടില്ല. അപ്പോൾ നമുക്ക് ഇതിനൊക്കെ പ്രചോദനം നൽകുന്നത് ആ ഒരു കടാക്ഷം തന്നെയാണ്. അത് ആചാര്യസ്വാമികളുടെ കടാക്ഷം തന്നെയാണ്. ഞങ്ങൾക്കത് നിർവിഘ്നം അത് തുടർന്നുകൊണ്ട് പോകുവാൻ സാധിക്കുന്നുണ്ടെന്നുള്ളത് മാതാജിയെ പോലുള്ള മഹത്തുക്കളുടെ അനുഗ്രഹം ഒന്നുകൊണ്ട് മാത്രമാണ്. എന്തായാലും വളരെ സന്തോഷം. ഇതുപോലെയുള്ള പരിപാടി നടത്തുവാൻ ഞങ്ങൾക്ക് സാധിക്കുന്നതിൽ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട്. അതേപോലെ അഭിമാനവും തോന്നുന്നുണ്ട്. വളരെ സന്തോഷം മാതാജി. സന്തോഷം. പറഞ്ഞോളൂ. ഒരു വാക്കൂടെ ഒന്ന് വിളിച്ചിട്ട് ഒരു മിനിറ്റ്, ഒരു വാക്കൂടെ. ഞാൻ ഇപ്പോൾ ഈ മാതാജി നമ്മളുടെ കൂട്ടത്തിൽ വന്നു. നമ്മൾ അനവധി കാര്യങ്ങൾ മാതാജിയിൽ നിന്നും പഠിച്ചു. ഷീ ഈസ് ആൻ ആബ്സല്യൂട്ട്ലി ബ്രില്യൻറ്റ്, ഒരു വണ്ടർഫുൾ സോഴ്സ് ഓഫ് എനർജിയാണ്. അന്ന് പത്തനംതിട്ടയെ കാണുകയും സംസാരിക്കുകയൊക്കെ ചെയ്തുല്ലോ. അപ്പോഴൊക്കെ സത്യത്തിൽ എപ്പോഴും നമ്മളുടെ ഫൗണ്ടേഷനിൽ എഴുതിയിരിക്കുന്ന ജഗദ്ഗുരു ആദിശങ്കരാചാര്യ സ്വാമികളുടെ വിവേകചൂടാമണിയിലെ 2ാമത്തെ ആ ശ്ലോകം അച്ചിത്തായിട്ടാണ് നമുക്ക് വന്നിരിക്കുന്നത്. കാരണം എന്താണ്? ദുർലഭം ത്രയമേവൈ തത് ദൈവാനുഗ്രഹേതുകം മനുഷ്യത്വം മുമുക്ഷത്വം മഹാപുരുഷ സംശ്രയ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്ക് ആ ഒരു മഹാപുരുഷൻ ആയിട്ട് നമ്മുടെ മാതാജിയെ നമുക്ക് കിട്ടിയിരിക്കുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും വളരെ അനുഗ്രഹം ആണ് എന്ന് പറയാതിരിക്കാൻ വയ്യ. ജയശങ്കര, ലീലിച്ചി പറഞ്ഞോട്ടെ. ഒരു കാര്യം കൂടെ മാതാജിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ ആത്മായനം എന്നുള്ള 5ാമത്തെ ആത്മായനം യാത്രയാണ്. അത് നമ്മൾ ശങ്കരപദം കൂടെ ചേർത്തുകൊണ്ട് ഒക്ടോബർ മാസം അവസാന വാരം, അപ്പൊ അത് മാതാജിയുടെ ആശ്രമത്തിലും കരുത്തുന്നുണ്ട്. 40 പേരോളം ആണ്, 49 പേരോളം ആണ്. അപ്പം ഉച്ചയ്ക്ക് ശേഷം അവിടെ എത്താനാണ് ഞങ്ങൾ ആഗ്രഹിച്ചിരിക്കുന്നത്. അപ്പൊ അതേപോലെ രാമേശ്വരം യാത്രയാണ്. അപ്പൊ ആദ്യം ഞങ്ങൾ ശങ്കരാചാര്യരുമായി ബന്ധപ്പെട്ടുകൊണ്ട് കാലടിയിലുള്ള അദ്ദേഹത്തിന്റെ പാദങ്ങൾ പതിഞ്ഞ പുണ്യസ്ഥലങ്ങൾ സന്ദർശിച്ച ശേഷം അതുവഴി പത്തനംതിട്ടയിലെ മാതാ ശാന്താനന്ദ ഋഷിജ്ഞാന ആശ്രമത്തിൽ എത്തുന്നുണ്ട്. അപ്പൊ ഞങ്ങൾ അതുപോലെ തന്നെ സംബോധ് ഫൗണ്ടേഷൻ, കൊല്ലത്തെ സംബോധ് ഫൗണ്ടേഷൻ സ്വാമി അധ്യാത്മാനന്ദയുടെ അദ്ദേഹത്തിന്റെ ആശ്രമത്തിന് പോയി അങ്ങനെ ഒരു പരിപാടി അത് ഇപ്പം തുടക്കം കുറിച്ചിരിക്കുന്നത്. അപ്പൊ അത് സ്വാമിനിയുടെ ശ്രദ്ധയെക്കൂടെ, മാതാജിയുടെ ശ്രദ്ധയെക്കൂടെ ഒന്ന് പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു. അപ്പൊ ഡേറ്റ് കാര്യങ്ങളൊക്കെ ഞങ്ങൾ അറിയിക്കുള്ള എന്നാണ് അവിടെ എത്തുന്നുള്ളത്.
തീർച്ചയായിട്ടും ലീല ചേച്ചി എന്തോ പറയാൻ കുറച്ച് പറഞ്ഞോളൂ നേരം. ലീല ചേച്ചി പറഞ്ഞോളൂ. നമ്മുടെ സൗന്ദര്യലഹരിയുടെ 11 ശ്ലോകങ്ങൾ ഞാൻ നിത്യ ഉപാസനയായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു, അത് 11 ശ്ലോകങ്ങളായിട്ട് ചെല്ലാവോ, ഇനി ഇത്ര ശ്ലോകങ്ങൾ വെച്ച് ചെല്ലാവുള്ളോ എന്ന്. അപ്പൊ ജ്യോതിഷി 14 ശ്ലോകം ചെല്ലാന്ന് പറഞ്ഞപ്പോ ഞാൻ 11 ശ്ലോകം വെച്ചിട്ടാ നിത്യം അത് ചെല്ലില്ലേ എനിക്ക്. അത് നിത്യവും ഞാൻ ചെല്ലും മുടക്കാണ്ട്. നമുക്ക് പഠിക്കുന്നതിനനുസരിച്ച് 100 ശ്ലോകങ്ങൾ ഡെയിലി ചൊല്ലാൻ നമുക്ക് സാധിക്കില്ലല്ലോ. അപ്പൊ സാധിക്കില്ല. ഈവൻ വിഷ്ണു സഹസ്രനാമം ആണെങ്കിൽ നമ്മൾ പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് 20 മിനിറ്റ് കൊണ്ട് ജപിച്ചു കഴിഞ്ഞാൽ സാധിക്കും. പക്ഷെ പഠിക്കാത്തവരാണെങ്കിൽ അതിന് എങ്ങനെ പോയാലും ഒരു മണിക്കൂർ എടുക്കും. അത് എന്ന് പറഞ്ഞതുപോലെയാണ്. നമ്മുടെ മുൻ മുഖ്യമന്ത്രിയായിട്ടുള്ള കെ കരുണാകരൻ ഗുരുവായൂർ ചെന്നിട്ട് അദ്ദേഹം നാരായണീയം മുഴുവൻ ശ്രീകോവിലിന്റെ മുമ്പിൽ നിന്ന് ജപിക്കുമെന്ന് പറയുന്നുണ്ടായിരുന്നു. പറഞ്ഞ് കേട്ടിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ നാരായണീയം മുഴുവൻ അത് പാരായണം ചെയ്യണമെന്നെങ്കിൽ എത്ര സമയം എടുക്കും? ആ 1 മണിക്കൂർ നിന്നാണല്ലോ അദ്ദേഹം അവിടെ നിന്ന് പാരായണം ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. എന്ന് പറഞ്ഞ പോലെയാണ്. തീർച്ചയായിട്ടും എന്തായാലും എല്ലാവർക്കും ജഗദീശ്വരന്റെ കാരുണ്യ കടാക്ഷം ഉണ്ടാവട്ടെ. എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തേക്ക് പിരിയാം. ലോക സമസ്ത സുഖനോ ഭവന്തു. എല്ലാവർക്കും നന്മ ഉണ്ടാവട്ടെ. ജയശങ്കര ജയശങ്കര ജയശങ്കര. ജയശങ്കര. ജയശങ്കര.